വചനം കേൾക്കുന്ന ഈ സ്ഥലത്ത് സ്ഥലപരിമിതികൾക്കപ്പുറമായി ധാരാളം ആളുകളുണ്ട്. ചൂട് സഹിച്ചും മാവിയും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ സഹിച്ചാണ് ഓരോരുത്തരും നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഈ ആലയത്തിന് ഇതിൻ്റേതായ ചില കുറവുകളുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ എത്രയോ ആഗ്രഹത്തോടെയാണ്, എത്രയോ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൊടുക്കുന്നവർ ഈ ലോകത്തിലെ മാലാഖമാരാണെന്നാണ് പറയുന്നത്. ആമേൻ. ദൈവത്തെ കൊടുക്കുന്നവർ, ദൈവത്തിൽ നിന്നുള്ള സമാധാനത്തെ പകരുന്നവർ ദൈവദൂതന്മാരാണ്, മാലാഖമാർക്ക് തുല്യരാണ്. ആമേൻ. ഒരുപക്ഷെ ഇവിടെ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ അനേകരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ കരങ്ങളായിരിക്കാം. നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതത്തിന് വെളിച്ചമാണ്. നിങ്ങൾ പലർക്കും മാലാഖമാരെ പോലാണ്, ദൈവദൂതന്മാർക്ക് തുല്യമാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകളടച്ച് ഏതെല്ലാം വിഷയങ്ങൾ കർത്താവേ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ, നിയോഗങ്ങളിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത വലിയ ദൈവപ്രവൃത്തികളെ ഈ സമയം ചെയ്യണമേ. ഓരോ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹത്തെ അങ്ങ് പകരണമേ കർത്താവേ. ഈ അനുഗ്രഹം എന്ന ഈ ദൈവവചനം ദിവസവും പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് കാല് കുത്തുമ്പോൾ മുതൽ ഈ ജനം അത്ഭുതം അനുഭവിക്കാൻ ഇടവരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഇവിടെ വന്ന് നിയോഗത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നവർ, വേളാങ്കണ്ണി മാതാവിൻ്റെ നൊവേനയിലും യുദാശ്രീകയുടെ നൊവേനയിലെല്ലാം പങ്കെടുത്ത് നിയോഗത്തെ സമർപ്പിക്കുന്നവർ, ആ പ്രാർത്ഥനയിലൂടെ ആ നിമിഷം തന്നെ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ ഇടവരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ കണ്ണുകളെ അടച്ച് ഈ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിക്കുവാണ്. കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ സംരക്ഷിക്കുന്ന പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മോളിൽ വഹിക്കുന്ന പോലെ, ദൈവമേ എന്നെ കരുതുന്നതിന്, എന്നെ വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെയും നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. യേശുവേ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളുടെ തലമുറയെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ഈ മാസം വരെ, ഈ ദിവസം വരെ ആരുടെയൊക്കെ നിയോഗമാണോ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആരുടെയൊക്കെ നിയോഗമാണോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്, അതെല്ലാ നിയോഗങ്ങളെയും വ്യക്തികളെയും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ രണ്ടു കരങ്ങളെയും ഉയർത്തി ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ ഒന്ന് തുറന്ന് കണ്ണുകളടച്ച് വിശ്വാസത്തിൽ യേശുവിനെ കണ്ടുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. ഇതൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാകാൻ പ്രാർത്ഥിച്ച്. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മുകളിൽ വഹിക്കുന്നത് പോലെ എന്നെ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സംരക്ഷണം ആവശ്യമാണ്. ഒരു തരത്തിലും തെറ്റായ ഒരു ബന്ധത്തിൽ പോകാതിരിക്കാൻ, അവർ മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ അടിമപ്പെട്ടു പോകാതിരിക്കാൻ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവം ഒരുക്കുന്നൊരു കാവൽ, ദൈവം ഒരുക്കുന്നൊരു സംരക്ഷണം എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. വിശ്വസിച്ചുകൊണ്ടൊന്ന് ചേർന്ന് പാടാമോ? കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. ഒരു പ്രാവശ്യം കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞ്, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ
മറയ്ക്കും പോലെ. പിന്നെയോ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. എണ്ണിയ എണ്ണിയ തീരാത്ത നന്മകൾ, ചൊല്ലിയ ചൊല്ലിയ തീരാത്ത കൃപകൾ. എണ്ണിയ എണ്ണിയ തീരാത്ത നന്മകൾ, ചൊല്ലിയ ചൊല്ലിയ തീരാത്ത വൻകൃപ. പരിശുദ്ധാത്മാവേ, ഈ പാടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാൻ, പാടുവാൻ, പ്രസംഗിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ജീവനുള്ള സത്യവചനമാണെന്ന് കർത്താവേ ഈ ജനം അറിയാനിടയാകത്തക്ക വിധം ഈ വചനത്തിന്റെ ശക്തിയെ ഇന്ന് വെളിപ്പെടുത്തണമേ. ഇന്ന് ഈ പറഞ്ഞ പ്രാർത്ഥനയൊന്ന് സ്വീകരിച്ചേ. കർത്താവേ, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഈ വചനം ജീവനുള്ള സത്യവചനമാണെന്ന് ഈ ജനം മനസ്സിലാകത്തക്ക വിധം, തിരിച്ചറിയാനിടയാകത്തക്ക വിധം ഈ വചനത്തിന്റെ ശക്തിയെ ഈ ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തണമേ. ഈ ജനത്തിന്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തണമേ. ജീവനുള്ള സത്യവചനമാണെന്ന് ഇന്ന് വെളിപ്പെടുത്തണമേ. വന്നിരിക്കാമോ? ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ആലയത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ അപ്പച്ചന്മാർ, അമ്മമാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും സഭാവ്യത്യാസമില്ലാതെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേർ നിലത്തിരിക്കുന്നു, ഒരുപാട് പേർ നിൽക്കുന്നു, താഴെയും ഒരുപാട് പേരുണ്ട്, സൈഡിലുള്ള ആളുകളുണ്ട്, ഇന്നലെ വന്നവരുണ്ട്, ഇന്ന് രാവിലെ വന്നവരുണ്ട്. ഇന്നലെ വയനാട് ജില്ലയിൽ ഹർത്താലായിരുന്നിട്ടും വാഹന സൗകര്യങ്ങളില്ലാഞ്ഞിട്ട് പോലും ഈ ആലയത്തിൽ ഇന്നലെ തന്നെ ഒരുപാട് ആളുകളായിരുന്നു. പ്രതീക്ഷിച്ചതിനപ്പുറം ആളുകളായിരുന്നു. ഞാൻ ഇന്നലെ ഒരു 100, 110, 50 പേരൊക്കെ വരുവുള്ളെന്നാണ് വിചാരിച്ചത്. അത് 100 കണക്കിന് ആളുകൾ വരുന്ന, ഭക്ഷണം പോലും തികയാതെ വീണ്ടും ഭക്ഷണം പാകം ചെയ്യേണ്ടതായി വന്നു. എന്നിട്ടാണ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തത്. അല്ല, അതെല്ലാം ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ നിയോഗമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളതുകൊണ്ട് ഇവിടെ ഓരോരുത്തരും വരുമ്പോൾ ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു സങ്കടം തോന്നും. കാരണം അവരവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചാണ് അവരിവിടെ വന്നത് എന്ന് ഓർക്കാൻ. കൈക്കുഞ്ഞുങ്ങളുമായി വന്നിട്ടുള്ള അമ്മമാർ ഒരു സൈഡിൽ കൊച്ചു കരയുന്നു, ഭക്ഷണം കൊടുക്കണം, അതിനിടയിൽ പ്രാർത്ഥന മേടിക്കണം, സൗകര്യങ്ങൾ കുറവുണ്ട്. അപ്പോൾ ആ എന്തുമാത്രം സങ്കടം ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരു ത്യാഗം എടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഒരുപാട് വിഷമമുള്ളവരാണ്, സങ്കടമുള്ളവരാണ് ഇതിനകത്തിരിക്കുന്ന പലരും. ഇപ്പോൾ ഒരാൾ പറയുവാണെന്നിരിക്കട്ടെ, ഒന്നിലധികം സങ്കടമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരുപാട് പേര് എഴുന്നേറ്റ് നിൽക്കും. ഒന്നിലധികം സങ്കടമുള്ളവർ ജീവിച്ച് പകുതിയായി, എന്നിട്ടും അവർ പറയുന്നു സന്തോഷമുള്ള ദിവസങ്ങൾ കുറവായിരുന്നുവെന്ന്. ജീവിച്ച് 48, 50, 60 വയസ്സായി അവർ പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമുള്ളൊരു ദിവസമാണ് പ്രതീക്ഷിച്ചത്. ദിവസങ്ങളെ പക്ഷേ എത്ര വർഷമായി ജീവിതം മുഴുവൻ കണ്ണുനീരിലായിരുന്നു. പലതരത്തിൽ വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഭാരപ്പെടുന്നവരും ഇതിനകത്തുണ്ട്. നിങ്ങളെ നോക്കിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് വചനങ്ങളെ പ്രസംഗിക്കുന്നത്. ആമേൻ. ഈ പ്രാർത്ഥനയും വചനവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ രാവും പകലും പോലെ മാറ്റിക്കളയും. ആമേൻ. വിശ്വസിക്കുന്നു. അത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. അസാധാരണമായ ഒന്നും എന്നിലില്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ പ്രാർത്ഥന സാധാരണമല്ല, അത് അസാധാരണ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് നമുക്ക് പല വിധത്തിൽ അനുഭവിക്കാൻ പറ്റും. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്.
എൻ്റെ മനസ്സിൽ വന്നൊരു വാചകം ഞാൻ പറയാം. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും ഉയർത്താനും കഴിവുള്ളവർ നിങ്ങളുടെ തലമുറയിൽ ഉണ്ടായി വരണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനും ഉയർത്താനും കഴിവുള്ള മക്കൾ വീട്ടിൽ ഉണ്ടായി വരണം. ആമേൻ. വളർന്നു വരണം. ഹല്ലേലൂയ. ഏതൊക്കെ വാക്കുകളാണെന്നറിയാമോ? നമ്മുടെ കുടുംബം ഇന്ന് തകർച്ചയിലായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കും. ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ ജനിച്ച് പഠിച്ച് വളർന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നടക്കും. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ഉദ്ദേശിച്ച പോലെ തന്നെ ആ കാര്യങ്ങൾ അതേപോലെ അതേ റൂട്ടിൽ വരും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആകാശത്തോളം ഉയരാൻ, മേഘങ്ങളെ തുളഞ്ഞത് ദൈവസന്നിധിയിലെത്താൻ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല, 100 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടും. മറ്റൊരു കാര്യം കൂടി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ നോക്കിയിട്ട് മിനിമം ഒരു 10 പേരേലും പറയണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടോ. 100 പേരൊന്നും പറയണ്ട, മിനിമം ഒരു 10 പേര് പറയുന്നത് എനിക്ക് ചെവി കേൾക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആ മകൻ മിടുക്കനാകട്ടോ, ആ മകൾ ഒരു അനുഗ്രഹമാകട്ടോ, ആ മകൾ ഒരു ഭാഗ്യമാകട്ടോ എന്ന് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരോ നമ്മുടെ ദേശക്കാർ 10 പേരെങ്കിലും, അയ്യോ നിൻ്റെ മോൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണെന്ന്, അയ്യോ എന്തോ ഒരു സ്വഭാവമാണ്, എന്തൊരു പോക്കാ പോകുന്നത്, അങ്ങനെ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. ദേ നിൻ്റെ മകനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, ലോക്കപ്പിലിട്ടിരിക്കുമോ, വേണേ പോയി ഇറക്കിക്കൊണ്ട് പോരാ, ആരെങ്കിലും രാഷ്ട്രീയക്കാരെ കൂട്ടിപ്പോയി ഇറക്കിക്കൊണ്ട് പോവാ, വലിയ വിഷയമാകും. ആരും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി ആരും പറയാനിടയാകരുത്. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനും ഉയർത്താനും കഴിവുള്ളവർ തലമുറയിൽ വളർന്നു വരണം. അതിനുവേണ്ടിയാണ് ഈ തൊണ്ണ പൊട്ടിച്ച് നിങ്ങൾ ഈ ചൂടും സഹിച്ച് ഇതിനകത്ത് സൗകര്യക്കുറവുണ്ടായിട്ടും ഇതിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. നാളെ 10 മണിക്ക് കിട്ടേണ്ട ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല, നാളുകൾ നല്ലൊരു നാളേക്ക് വേണ്ടി കൂടിയാണ് ഈ ബടാപ്പാടെല്ലാം എടുത്തു പ്രാർത്ഥിക്കുന്നത്. ഈ ത്യാഗം എടുക്കുന്നത്. നിങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങളെല്ലാം പോകുമ്പോൾ അത് മറക്കുമല്ല. ഓരോ ദിവസവും ഒരാൾ ഉപവാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഓരോ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി ഓരോ ദിവസവും. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ പ്രാർത്ഥനയോടെ കൊണ്ടുവരാം. സങ്കീർത്തന പുസ്തകം 109 അധ്യായം 18 വാക്യമാണ്. ഇത് ഏറ്റവും മുമ്പിലുള്ളവർ, താഴെയുള്ളവർ, അകത്തിരിക്കുന്നവർ, പുറത്തിരിക്കുന്നവർ, ഈ ശബ്ദത്തിൻ്റെ പരിധികളിൽ ഉള്ളവരെല്ലാവരും ഈ വാക്ക് കേൾക്കണം. ശാപം, അതാ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. എൻ്റെ നിയോഗം ശാപത്തെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല. ശാപം അസ്ഥികളിൽ വരെ കിനിഞ്ഞിറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അനുഗ്രഹവും അതുപോലെ തന്നെയാണ്, അതിന് ഇരട്ടിയാണ്. വായിക്കാം ആ വാക്യം. സങ്കീർത്തനം 109 അധ്യായം 18 വാക്യം. വസ്ത്രം എന്ന പോലെ അവൻ ശാപമണിഞ്ഞു. വസ്ത്രത്തെ എന്ന പോലെ ഒരാൾ ശാപത്തെ ഇട്ടു, ശാപം അണിഞ്ഞു. അത് ജലം പോലെ, ശ്രദ്ധിച്ചു കേട്ടോ, അത് ജലം പോലെ, വെള്ളം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ ഓയില്, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ. ശാപം തൊലിപ്പുറത്ത്, എണ്ണ കിനിഞ്ഞിറങ്ങി അവൻ്റെ അസ്ഥിയെ പോയി തൊടുന്നാ പറയുന്നത്. ശാപം. അപ്പോൾ അനുഗ്രഹമോ? ഞാൻ ശാപത്തെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല, എൻ്റെ നിയോഗം അനുഗ്രഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഓർത്തോ, നിങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം, അത് നിങ്ങളുടെ മക്കളിൽ കിട്ടുന്ന അനുഗ്രഹം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ലഭിക്കുന്ന അനുഗ്രഹം, അത് കിനിഞ്ഞ് ഇറങ്ങി അത് അസ്ഥികളെ വരെ തൊടും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ മനസ്സറിഞ്ഞാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെങ്കിൽ അത് എന്നിലേക്ക് കിനിഞ്ഞിറങ്ങിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഒരാൾ നമ്മുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക, നീ അനുഗ്രഹിക്കപ്പെട്ട് വരും കേട്ടോ, നിനക്കൊരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വാക്ക് പതുക്കെ പതുക്കെ അരിച്ച് ഇറങ്ങി 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 അകത്തേക്ക് ചെല്ലും. ആമേൻ. വിശ്വസിക്കുന്നു. എണ്ണ പോലെ കിനിഞ്ഞിറങ്ങുന്ന എഴുതിയിരിക്കുന്നത്. എണ്ണ പോലെ. ശാപം മാത്രമല്ല, അനുഗ്രഹം. ഹല്ലേലൂയ. ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന, വെള്ളം പോലെയും എണ്ണ പോലെയും കിനിഞ്ഞിറങ്ങുന്ന. ഇപ്പം നമ്മളറിയില്ലേ, ചിലർ പറയില്ലേ, കുളി കഴിയുമ്പോൾ തല നന്നായിട്ട് തോർത്ത് വെള്ളം ഇറങ്ങിയാൽ പനി പിടിക്കും. വെള്ളം ഇറങ്ങും. ഈ രോമകൂപത്തിലൂടെ വെള്ളം ഇറങ്ങും, പനി പിടിക്കും, ജലദോഷം വരും. തല നന്നായിട്ട് തോർത്താൻ പറയില്ലേ? ഇതുപോലെ വെള്ളം പോലെ എണ്ണ പോലെ കിനിഞ്ഞിറങ്ങും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം. എന്തിനാ ഇവിടെ വന്നെന്നറിയാമോ? ലഭിക്കുന്ന അനുഗ്രഹം നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, തലമുറയിൽ കിനിഞ്ഞ് ഇറങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിവുള്ള മക്കൾ എഴുന്നേറ്റ് വരും. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുന്ന മക്കൾ കുടുംബത്തിനകത്ത് വളർന്നു വരും. അവരുടെ വളർച്ച കാണുമ്പോൾ, ആ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും. ഈ കുഞ്ഞ് വലുതാകുമ്പോൾ ഈ വീടിന്റെ അവസ്ഥ മാറുമെന്ന് പ്രാർത്ഥിക്കുന്നവൻ ദർശനം പറഞ്ഞില്ലേലും മനസ്സിൽ പിടികിട്ടും, ഈ കുഞ്ഞ് അനുഗ്രഹമാണ്. ആമേൻ. അത് ആ അനുഗ്രഹം കിനിഞ്ഞിറങ്ങുന്നതിന്റെ റിസൾട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ചിലരോട് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്, ചിലരോട്, വളരെ ചുരുങ്ങിയ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടോളും. കാരണം അയാളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തി അയാളിൽ തന്നെ ഉണ്ട്. എന്നാൽ ചിലരുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അയാളുടെ നല്ല ഭാവിയെ തകർക്കുന്ന ഒരു ശക്തി അകത്തുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കാം. ചിലരോട് നന്മ പറഞ്ഞാൽ അയാൾ പറയും, നിങ്ങളെന്നെ ഉപദേശിക്കണ്ട, എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് ഈ പണിക്ക് വരണ്ട, നിങ്ങൾ മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നല്ലത് പറഞ്ഞാൽ അയാൾ നമ്മളെ തെറി പറയും, ചീത്ത പറയും, തിന്മയായിട്ട് അവരെടുക്കത്തുള്ളൂ. അവരുടെ അകത്ത് അവരുടെ നല്ല ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തോ കയറി ഇരിപ്പുണ്ട്. അത് പുറത്തുപോയി അവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നവരുടെ അകത്ത് വരണം. അപ്പോഴാണ് നിങ്ങളുടെ കുടുംബത്തിൽ നന്മയുണ്ടാകുന്നത്, തലമുറയിൽ വരുന്നത്. ആമേൻ. ഇത് ഇപ്പോൾ പറഞ്ഞ വിഷയം വളരെ ആവശ്യമാണ്. എണ്ണ പോലെ അനുഗ്രഹം കിനിഞ്ഞിറങ്ങണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു വചനം കൂടി വായിക്കുകയാണ്. പഴയ നിയമത്തിലെ യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ച്, അത് പ്രധാനമായും പ്രസംഗിക്കുകയല്ല എങ്കിലും അതിനകത്തൊന്ന് വായിക്കുവാണ്. യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആരാന്നറിയാമോ? അത് വായിക്കുന്നതിന് മുമ്പ് ഈ വാക്യം ഒന്ന് എടുത്ത് 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. അനന്തരം എല്ലാവരും ഈ വാക്കുകൾക്ക് ഒന്ന് ചെവി കൊടുക്കാമോ? ഈ വാക്യവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. ഒന്ന് വായിച്ച് കേൾക്കുകയാണ്. അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അനന്തരം ഒരു മനുഷ്യനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എങ്ങോട്ടെറിഞ്ഞു? കടലിലേക്ക് എറിഞ്ഞു. പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ ജീവിതവും പലരും എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. കടലിലേക്കാണ് എറിഞ്ഞത്, പക്ഷെ ചെന്ന് വീണത് എവിടെയാന്ന് എഴുതിയിട്ടുണ്ട്. 17-ാമത്തെ വാക്യം. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. അവസാനത്തെ വാക്കെന്താ? നിയോഗിച്ചു. നിയോഗിച്ചു. എവിടെ നിയോഗിച്ചു? കടലിൽ. യോനായെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞ സ്ഥലത്ത് തന്നെ നിയോഗമുള്ള ഒരു മീൻ വന്ന് നിൽക്കുക അവിടെ. ഏതേലും മത്സ്യമല്ല, ഏതേലും ഒരു വലിയ മത്സ്യമല്ല. ദൈവം നിയോഗിച്ചത് കൃത്യം അവിടെ വാ തുറന്ന് നിൽക്കുക. അതിൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു എന്നല്ല, ഈ മനുഷ്യൻ പോറൽ പോലും ഏൽക്കാതെ ആ മത്സ്യം വിഴുങ്ങിയെന്നാണ്. എനിക്ക് ഈ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. ഞാനിത് പല പ്രാവശ്യവും വായിച്ചിട്ടുണ്ട്, പലരോടും പ്രസംഗിച്ചിട്ടുമുണ്ട്. ചിലർ പറയില്ലേ, അവരൊക്കെ എന്നെ വലിച്ചെറിഞ്ഞു എന്ന്. ചിലപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം പലരും വലിച്ചെറിയും. നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പം നമ്മളെ വലിച്ചെറിയും. യോനായെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ ചില ജീവിതങ്ങളെ ചില ആളുകൾ ചീന്തിക്കീറി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എത്രയോ പേരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട്. ഇവിടെ കാണും ചിലപ്പം.
എന്നിട്ട് എന്താ നഷ്ടപ്പെട്ടു പോകാഞ്ഞെന്നറിയാമോ? ദൈവം നിയോഗിച്ച ഒന്ന് കൃത്യം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിൽക്കാൻ കാരണം? തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം നിയോഗിച്ച ചിലരൊക്കെ ഉണ്ടായിരുന്നു. ആമേൻ. ചില മനുഷ്യർ മത്സ്യത്തെ പോലെയാ, ദൈവം നിയോഗിച്ചവർ ജീവിതത്തിൽ കയറി വരും. ഹല്ലേലൂയ. എവിടെയേലും ആയിരുന്നെങ്കിൽ ആ വ്യക്തി പിന്നെ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ദൈവം നിയോഗിച്ച്, ഒരു പക്ഷേ ഈ കുഞ്ഞു പ്രാർത്ഥനാലയം നിങ്ങൾ എവിടെയൊക്കെയോ വീണുപോയപ്പോൾ, അല്ലെ ഇവിടെ നിന്ന് കേൾക്കുന്ന വചനം ദൈവം നിയോഗിച്ചതായിരിക്കും. ആ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിങ്ങളെ സംരക്ഷിച്ചത് ആ നിയോഗമുള്ള ആ വചനമായിരിക്കും, നിയോഗമുള്ള ആ വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ? ഒരു മനുഷ്യനെയാണ് എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞത്. എറിഞ്ഞവര് വിചാരിച്ചു കാണും ഇനി രക്ഷപ്പെട്ടില്ല, ചത്തുപോകും, ഏതെങ്കിലും മീൻ തിന്ന് വേസ്റ്റായി പോവുള്ളെന്ന്. പക്ഷെ അവർ കണ്ടില്ല, ദൈവം നിയോഗിച്ച് ഒരെണ്ണം കൃത്യ വെള്ളത്തിലുള്ളത്. ആമേൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനത്തിന് പോയ ഓർമ്മ, അവിടെ കേട്ട ക്ലാസ്സുകളോ അവിടെ പ്രസംഗിച്ച ആളെയോ ഒന്നും എനിക്ക് വ്യക്തമല്ല. പക്ഷെ കൗൺസിലിംഗ് ചെയ്ത ആളെ എനിക്കറിയാം. അയാൾ വലിയ മെസ്സേജ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒറ്റ മെസ്സേജ് പറഞ്ഞത്, എത്ര വർഷം കഴിഞ്ഞിട്ടും ആ മെസ്സേജ് പറഞ്ഞത് ഇന്ന് ഓർക്കുക. ആദ്യത്തെ 5, 6, 8 വർഷമൊന്നും ഇതൊന്നൊരു ബന്ധമില്ല, ചിന്തിച്ചിട്ടില്ല. പക്ഷെ അകത്തിങ്ങനെ അത് കല്ലേൽ എഴുതിയ പോലെ കിടപ്പുണ്ട്. അയാൾ അന്ന് പറഞ്ഞ ഒരു മെസ്സേജ്, അയാളിരുന്ന കസേര എനിക്കറിയാം, ഞങ്ങളിരുന്ന കസേര അറിയാം, ആ അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൻ്റെ അൾത്താര എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ആ ദൈവസ്വരം പറഞ്ഞ മനുഷ്യനെ എനിക്കറിയാം. അതൊരു ദൈവനിയോഗമാണ്. അത് പോകുന്നത് അതായത് ഒരു വലിയ പ്രതിസന്ധി എൻ്റെ വീട്ടിലുണ്ടായി. വീട്ടിൽ നിന്ന് വളരെ തകർന്ന സാഹചര്യത്തിൽ ചെന്ന് കയറിയ സ്ഥലമായിരുന്നു ആ പ്രാർത്ഥനാലയം. അവിടെ ചെന്ന് ക്ലാസ്സുകൾ കേട്ടത് വലിയ ഓർമ്മയില്ല. പക്ഷെ ആ കൗൺസിലിംഗ് ചെയ്ത ആൾ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു: പലരും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ ചെന്നു വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ. ആമേൻ. അപ്പൊ ഈ വചനം, ആ വചനം നമ്മൾ ഞാൻ ചേർത്ത് വയ്ക്കുവാണ്. നിങ്ങളെ പലരും എറിഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും അവിടെ പോയി തലയിടിച്ച് ചത്തുപോകേണ്ടതാ. പക്ഷേ തകർന്നു പോകാത്ത വിധത്തിൽ നിങ്ങൾ ചെന്ന് വീണത് ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഓരോ മൈക്ക് കൊടുത്തു, എല്ലാവരോടും പ്രസംഗിക്കാൻ പറ. നിങ്ങളും പറയും, ഇതുപോലെ ഒരു അനുഭവം എനിക്കുണ്ട്. എന്നെ എത്ര സ്നേഹിക്കുമെന്ന് കരുതിയവരെന്നെ വലിച്ചെറിഞ്ഞ അനുഭവം എനിക്കുണ്ട്. വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകൊണ്ടെറിയുന്നതല്ല, വാക്കുകൊണ്ട് പലരും വലിച്ചെറിയും. സ്നേഹിക്കേണ്ട ആളുകൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ വലിച്ചെറിയുന്ന പോലെയാ. പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതിരിക്കുമ്പോൾ വലിച്ചെറിയുന്ന പോലെയാ. മൈൻഡ് ചെയ്യേണ്ടവർ ചെയ്യാതിരിക്കുമ്പോൾ വലിച്ചെറിയുന്ന പോലെയാ. പക്ഷെ നോക്കൂ, എനിക്കൊരു അത്ഭുതമുണ്ട്. ദൈവം നിയോഗിച്ച ഒരു മത്സ്യം കൃത്യം ആ കടലിൽ അവിടെ വാവൊളിച്ച് നിൽക്കുക. ഹല്ലേലൂയ. ഇതുപോലെ ഒരു പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് വന്നവരാകട്ടെ, നിങ്ങളുടെ അടുത്ത് ധ്യാനകേന്ദ്രങ്ങളുണ്ട്, നിങ്ങളുടെ അടുത്ത് പള്ളികളുണ്ട്, പ്രാർത്ഥനാലയമുണ്ട്. എന്തിനാ ഇങ്ങോട്ട് ഇത്രയും ദൂരം ചുരം കയറി വന്നത്? അതൊരു പക്ഷേ നിങ്ങളെ രക്ഷിക്കാൻ ദൈവം കണ്ട മത്സ്യമായിരിക്കും ഇത്. ഹല്ലേലൂയ. ഇവിടെ വെച്ചായിരിക്കും നിങ്ങളുടെ ഒരു ജീവിതം തന്നെ തുടങ്ങുന്നത്. ആമേൻ. ഒരുപക്ഷെ തകർന്ന് ജീവിക്കാൻ പോലും ആഗ്രഹമില്ലാത്തവർ ഇവിടം കൊണ്ട് ചിലപ്പോ ഒരു 2ാം ജന്മം പോലെ ആ വ്യക്തി അങ്ങ് ജീവിക്കാൻ തുടങ്ങും. സാക്ഷ്യങ്ങൾ എന്നോട് പറഞ്ഞ 2 പേര് ഇതേ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ ജീവിക്കുന്നത് 2ാം ജന്മം പോലെ ജീവിച്ചത് ഇവിടെ നിന്ന് ഉയർന്നു കേട്ട വചനം കൊണ്ടാണെന്ന്. ഹല്ലേലൂയ. ദൈവം നിയോഗിച്ചത് അത് നിന്നെ തകർക്കാനല്ല ദൈവം നിയോഗിച്ചത്, അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ്. ആമേൻ. ഇതുപോലെ ഈ ആലയത്തിനൊരു ദൈവനിയോഗമുണ്ട്. ലോകത്തുള്ള സകല മനുഷ്യരെ ഇങ്ങോട്ട് വരണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ നിയോഗമുള്ള വ്യക്തി, ആ നിയോഗമുള്ള കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും വരത്തില്ല, എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ ഒരു നിയോഗം ഇല്ലായിരുന്നേലുണ്ടല്ലോ, ഈ ചൂട് സഹിച്ച്, ഈ പരവേശം സഹിച്ച് ഒരു കുഞ്ഞു പോലും ഇരിക്കത്തില്ല. എഴുന്നേറ്റ് വീട്ടിൽ പോകും, അല്ലെ ആ കടയിൽ പോയിരിക്കും, അല്ലെ അപ്പുറത്ത് ആ റോട്ടിൽ പോയിരിക്കും.
അല്ലെ അപ്പുറത്തെ ഏതെങ്കിലും ബേക്കറിയിലോ ഹോട്ടലിലോ ചായയെ കുടിച്ച് എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും വാർത്തയോ പാട്ടോ കേട്ട് അവിടെ ഇരിക്കും. കഴിയാറാവുമ്പോൾ വന്ന് പോകും. എത്ര നേരമായി നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നേരമായി ഈ ചൂട് സഹിച്ചിരിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ ഇതിനേക്കാൾ സൗകര്യത്തോടെ ഇരിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടെ അത് നിങ്ങളുടെ മേൽ ദൈവം വച്ചൊരു നിയോഗം കിടപ്പുള്ളതുകൊണ്ടാണ്. അന്നേരം പൈസ നോക്കിയില്ല, അന്നേരം സാഹചര്യം നോക്കിയില്ല, അത് ദൈവ നിയോഗമാണ്. ആ നിയോഗം എന്തിനെന്നറിയാമോ? നിന്നെ കുറെ കൂടി താഴേക്ക് കൊണ്ടുപോയി ചവിട്ടി താഴ്ത്താനല്ല, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ. അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം. നിന്നെ രക്ഷിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിയോഗം. ആരായിരുന്നു ഈ മനുഷ്യൻ അറിയാമോ? ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരെ ഓടിപ്പോയ ആ വ്യക്തിക്ക് പോലും കിട്ടി ഇതുപോലൊരു സംരക്ഷണം. നിങ്ങൾ വലിയ വിശ്വാസികളായിരിക്കും, അല്ലായിരിക്കാം, നിങ്ങൾ ഈ പ്രാർത്ഥന അംഗീകരിക്കുന്ന ആളാകാം, അല്ലാത്ത ആളാകാം, പക്ഷെ നിങ്ങൾക്കൊണ്ട് ദൈവം വെച്ച് ഒരു അത്ഭുത സംരക്ഷണത്തിന്റെ ദൈവം കരുതുന്ന ഒരു അത്ഭുത മാർഗമുണ്ട്. പ്രധാനപ്പെട്ട വാക്യം, ഒരു വചനം കൂടി ഇന്ന് ചേർന്ന് വായിക്കുകയാണ്. അത് ജോഷുവയുടെ പുസ്തകത്തിലെ 21-ാം അധ്യായം 43 മുതലുള്ള വാക്യമാണ്. 43 മുതൽ 45 വരെയുള്ള വാക്യമാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലുകളിൽ പോയി ഒന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. നല്ലൊരു വാക്യമാണ്, ഒരു അനുഗ്രഹമുള്ളൊരു ഭാഗമാണ്. ജോഷുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. ഏതു ദേശമാണ് അവർക്ക് ദൈവം കൊടുത്തത്? ദൈവം അനുഗ്രഹിച്ചത്. ആമേൻ. ഒന്നുകൂടെ വായിക്കുകയാണ്. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്തത്, അനുഗ്രഹിച്ചു പറഞ്ഞത്, അങ്ങനെ അവർക്കത് ദൈവം നൽകി, അവർ അത് കൈവശമാക്കി, അവിടെ വാസമുറപ്പിച്ചു. എവിടെയാണ്, എന്താണ് കൈവശമാക്കിയത്? ദൈവം വാഗ്ദാനം ചെയ്ത നന്മയാണ് കൈവശമാക്കിയത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തമായി നൽകിയത് കൈവശമാക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന പുണ്യഭൂമിയാണിത്. ദൈവം ഒരുക്കുന്നത് കൈവശമാക്കും. ദൈവം എനിക്ക് തരുന്നത് അവിടെ എവിടെ ഇട്ടിട്ട് പോകല്ല്. ദൈവം എനിക്ക് തന്നത് ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹമായിരിക്കും. ദൈവം എനിക്ക് തന്നത് ബിസിനസ് ചെയ്യാനുള്ള കഴിവായിരിക്കും. അത് നീ കൈവശമാക്കുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായിട്ട് വരും. വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിച്ച് പുതിയ ഭാഷ പഠിച്ച് വേറെ രാജ്യത്ത് പോകാനായിരിക്കും അനുഗ്രഹം ഉള്ളത്. ഒരുപക്ഷെ നല്ലൊരു വിദ്യാഭ്യാസം പഠിച്ച് നല്ലൊരു ഉയർന്ന പദവിയിലെത്താനായിരിക്കും ഭാഗ്യമുള്ളത്. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാലന്റാണ്. ദൈവം തന്നത് കൈവശമാക്കിയാൽ അതുകൊണ്ട് അവൻ രക്ഷപ്പെടും. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, 44-ാമത്തെ വാക്യം. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ഒന്ന് അവസാനത്തെ ആ വാക്ക് ശ്രദ്ധിച്ചോ? എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് എന്ത്? സ്വസ്ഥതയില്ല. എൻ്റെ വീട്ടിലെ ഒരു സമാധാനമില്ല, എന്നും വഴക്കാണ്. പണം കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് സ്വസ്ഥത. നിങ്ങൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കുന്നവർക്ക് പേടിച്ചിരിക്കുന്നവരുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കാണോ ബഹളമാണോ, ദൈവമേ എന്തായിരിക്കും, സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു, ചീത്ത പറയാതിരുന്നാൽ മതിയായിരുന്നു. സ്വസ്ഥത അതാരാ നൽകുന്നത്? സ്വസ്ഥത നൽകുന്നത് ദൈവമാണ്. പണമല്ല സ്വസ്ഥത തരുന്നത്, സ്ഥാനമല്ല സ്വസ്ഥത തരുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് എനിക്ക് സമാധാനം നൽകുന്നത്. സ്വസ്ഥത. എവിടുന്നൊക്കെ സ്വസ്ഥത വേണം? 4 അതിരുകളിലും സ്വസ്ഥത വേണം. നിങ്ങൾക്ക് 3 അതിരുകളിൽ സമാധാനമുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് ഭയങ്കര പ്രശ്നമാണ്, അത് മതി സമാധാനം പോകാൻ. നിങ്ങൾ പറയില്ലേ, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ മടുത്തു. ആ അതിരുകളിൽ നിങ്ങൾക്ക് സ്വസ്ഥതയില്ല. ജീവിത പങ്കാളിയുടെ കാര്യം ഓർക്കുമ്പോൾ സ്വസ്ഥതയില്ല, സാമ്പത്തികത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ സ്വസ്ഥതയില്ല. 4 അതിരുകളിലും സ്വസ്ഥത വേണം. ആമേൻ. ഏതേലും ഒരതിരിൽ നിന്ന് സ്വസ്ഥത പോരാ. നിങ്ങൾ പ്രാർത്ഥിക്കണം, 4 അതിരുകൾ ദൈവം അനുഗ്രഹിക്കുമ്പോൾ 4 അതിരുകളിൽ നിന്ന് ദൈവം സ്വസ്ഥത നൽകും. എഴുതിയിരിക്കുന്നത് അവരുടെ നിന്ന് എല്ലാ അതിർത്തികളിൽ നിന്ന് അവർക്ക് സ്വസ്ഥത നൽകി. ആ വാക്കൊന്ന് പറഞ്ഞേ, സ്വസ്ഥത, സമാധാനം, ദൈവം തരുന്ന സമാധാനം, ദൈവം തരുന്ന സ്വസ്ഥത. ഹല്ലേലൂയ. എവിടുന്നൊക്കെ വന്നു?
നാലതിരുകളിൽ നിന്ന്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ നാലതിരുകളിലും അവിടുന്ന് എനിക്ക് സ്വസ്ഥത തരണം. ഹല്ലേലൂയ. എനിക്ക് സമാധാനം. ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സമാധാനം ഇല്ല. ഒത്തിരി പേര് പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ ജീവിത പങ്കാളി ഒരു സമാധാനം തരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എത്രയോ സഹോദരിമാർ പറയുന്നു, എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാണ്, ഇത്ര വർഷമായി ജീവിതം തുടങ്ങിയിട്ട് സ്വസ്ഥത എന്നാന്ന് അറിഞ്ഞിട്ടില്ല, ഒരു തരി സമാധാനം ആ മനുഷ്യൻ തന്നിട്ടില്ല. സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം തരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, എന്താ ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോകാൻ സമാധാനമില്ല. ഒരു 11 മണിയൊക്കെ ആകട്ടെ, അവരൊക്കെ അങ്ങ് ഉറങ്ങട്ടെ, എന്നിട്ടേ പോകുന്നുള്ളൂ. കുറേ നേരം കടയിലിരിക്കും, കുറേ നേരം ചായക്കടയിലിരിക്കും, കുറേ നേരം അപ്പുറത്ത് പോയി ഫോൺ നോക്കിയിരിക്കും. എന്നിട്ട് എല്ലാവരും മയങ്ങാൻ തുടങ്ങുമ്പോഴാണ് അകത്തോട്ട് കയറി പോകുന്നു. വീട്ടിൽ ചെല്ലാൻ സ്വസ്ഥതയില്ല. അറിഞ്ഞോണ്ട് രാത്രിയാകാൻ കാത്തു നിൽക്കുവാണ്. 10 മണിയാകട്ടെ, 11 മണിയാകട്ടെ, ഒരു 12 മണിക്ക് അങ്ങോട്ട് ചെല്ലാം. കുറച്ചുകൂടെ കഴിയുക. വണ്ടിയെ കിടന്നുറങ്ങുന്നവരുണ്ട്. വണ്ടിയെ കൊണ്ട് വണ്ടിയെ റോഡിൻ്റെ സൈഡിലിട്ട് റോഡിൽ കിടന്നുറങ്ങുവാണ്. വീട്ടിൽ പോകാൻ സ്വസ്ഥതയില്ല, സമാധാനമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ, ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ നാലതിരുകളിൽ നിന്ന് എനിക്ക് സ്വസ്ഥത തരണം. ആമേൻ. സമാധാനം തരണം. ഹല്ലേലൂയ. കടക്കാരെ പേടിച്ചിട്ട് സ്വസ്ഥതയില്ല. കടക്കാരെ പേടിച്ച് എനിക്ക് സ്വസ്ഥതയില്ല. കടക്കാരെ പേടിച്ച് സ്വസ്ഥതയില്ലാത്തവർ, ഒരു നിമിഷം നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു സ്വസ്ഥത ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കണം. ദൈവം തരുന്ന സ്വസ്ഥത നിങ്ങൾക്ക് വരും. പിന്നെ ചില ആളുകൾക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു സമാധാനം ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഭയങ്കര ടെൻഷനാണ്. എന്നാ ഇത്ര ടെൻഷൻ അതറിയത്തില്ല, എന്തോ ഒരു ടെൻഷൻ. നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു സ്വസ്ഥത വേണം. ആരോഗ്യമുള്ള ഒരു ശരീരം വേണോ? സ്വസ്ഥത വേണം. നന്നായിട്ട് പഠിക്കണമോ? സ്വസ്ഥത വേണം. നന്നായിട്ടൊരു ജോലി ചെയ്യണോ? വേണ്ട. മിനിമം വണ്ടി ഓടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകണ ഒരാള് സ്വസ്ഥതയുള്ളൊരു മനസ്സ് വേണം. വെപ്രാളവും ടെൻഷനും ആണെങ്കിൽ വണ്ടി അപകടം പെടാൻ സാധ്യതയുണ്ട്. സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ മകനൊരു സ്വസ്ഥതയുള്ള ജീവിതം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരില്ലേ? എൻ്റെ മകൾക്കൊരു സ്വസ്ഥതയുള്ള ജീവിതം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. പണം ഒന്നും വേണ്ടായിരുന്നു, കുറച്ച് സ്വസ്ഥതയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരിനകത്തില്ലേ? പ്രാർത്ഥിക്കുക. ഇത് ദൈവം തരും. ഇത് വേദപുസ്തകത്തിനകത്തുള്ളതാണ്. കുട്ടികളുടെ ചിരിപ്പിക്കുന്ന ബാലരമയ്ക്കകത്ത് വന്ന കഥയല്ല പ്രസംഗിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വാക്കാ പറയുന്നത്. നാലതിരുകളിലും സ്വസ്ഥത തരുന്നൊരു ദൈവം, സ്വസ്ഥത തരുന്നൊരു ദൈവം, സമാധാനം തരുന്ന ദൈവം വിശ്വസിക്കുന്നു. ചിലര് പറയും, എത്ര നാളായെന്നറിയാമോ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട്? എത്ര നാളായിട്ടെന്നറിയാമോ ഒരുമിച്ചിരുന്ന് സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട്? എത്ര നാളായിട്ടെന്നറിയാം സമാധാനത്തോടെ എൻ്റെ പിള്ളേരെ ഒന്ന് വിളിച്ചിട്ട്? ഒരു സ്വസ്ഥതയില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, ഈ വചനത്തിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിനകത്തും സ്വസ്ഥത, യേശുവിന്റെ നാമത്തിലുള്ള സമാധാനം. അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് സമാധാന പ്രഭു എന്നാണ്, സമാധാനത്തിന്റെ രാജാവ് എന്നാണ്. ആ ദൈവമാണ് നിനക്ക് സമാധാനം തരുന്നത്. പണം ഉണ്ടായാൽ പോരാ, സമാധാനം കൂടി ഉണ്ടായാലേ അനുഗ്രഹമാകത്തുള്ളൂ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? ഒരു നല്ല സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, ഒരു സമാധാനമുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. എൻ്റെ മക്കളെ ഓർക്കുമ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ സമ്പത്തിനെ ഓർക്കുമ്പോൾ സ്വസ്ഥതയില്ല, ഈ രോഗത്തെ ഓർക്കുമ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ ഈ ബന്ധത്തെ ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നലെ പോയി സംഭവിച്ച ചില തെറ്റുകളെ ഓർക്കുമ്പോൾ, ചില പാകപ്പിഴകളെ ഓർക്കുമ്പോൾ, ചില ചതി പറ്റിയതിന്റെ ഓർമ്മകൾ ഉള്ളപ്പോൾ, ചില തെറ്റായ ബന്ധങ്ങളുള്ള എനിക്കത് ഓർക്കുമ്പോൾ സ്വസ്ഥതയില്ല. ദൈവമേ, ഇത് ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുവാണ്. എനിക്ക് സ്വസ്ഥത തരണമേ. എന്റെ മദ്യപാനിയായ ലഹരിക്ക് അടിമപ്പെട്ട എന്റെ ജീവിത പങ്കാളിയെ ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല. എന്റെ മദ്യപാനിയ എന്റെ മകനെ ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. എനിക്ക് സമാധാനം തരണമേ. എന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്നതിനെ അങ്ങയുടെ അത്ഭുത ശക്തി കൊണ്ട് ഇടപെടൽ നടക്കണമേ. എത്രയോ എത്രയോ കുടുംബങ്ങളാണെന്നറിയാമോ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്കും അടിമപ്പെട്ട് സമാധാനമില്ലാതെ കഴിയുന്നവർ. അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു പ്രാർത്ഥന ഉയരട്ടെ. വലിയ വീടുണ്ട്, പക്ഷെ വീട്ടിനകത്ത് വഴക്കാണ്. വലിയ ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സമാധാനത്തോടെ അത് കഴിക്കാൻ ഭാഗ്യമില്ല. സ്വസ്ഥതയുണ്ടാകണം. നിനക്ക് നാലതിരുകളിലും സമാധാനം തരുന്ന ഒരു ദൈവം. നാലതിരുകളിലും
സ്വസ്ഥത തരുന്ന ഒരു ദൈവം. ആമേൻ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് പണത്തേക്കാൾ വേണ്ടത് സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു ജീവിതമാണ്. എന്ത് ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്? എന്താലോചിക്കുമ്പോഴാ സമാധാനം നഷ്ടപ്പെടുന്നത്? ആ വിഷയത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥത ഉണ്ടാകുവാൻ, അത്ഭുതം നടക്കുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദത്തെ ഉയർത്തി സ്തുതിക്കുന്നു. അതിരുകളിൽ നിന്ന് നിനക്ക് സ്വസ്ഥത. നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താമോ? ശ്രദ്ധിക്കാമോ? ഇത് കേവലം ഒരു എന്തൊക്കെയോ പ്രസംഗിക്കുവല്ല, എഴുതിയിരിക്കുവാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിന്റെ എല്ലാ അതിർത്തികളിലും നിനക്ക് സമാധാനം വരും. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അനുഗ്രഹം വരുമ്പോ എല്ലാ അതിരുകളിലും നിനക്ക് സ്വസ്ഥത വരുമെന്ന്. ആമേൻ. ഇനി അടുത്ത വാക്ക് അനുഗ്രഹമാണ്. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. ശത്രുക്കളിൽ ആർക്കും അവരെ അനുഗ്രഹത്തിൽ നിൽക്കുന്നതിനെ എതിർക്കാൻ സാധിച്ചില്ല. തോൽപ്പിക്കാൻ പറ്റിയാലെന്നല്ല, എതിർക്കാൻ പോലും സാധിച്ചില്ലെന്ന്. ആമേൻ. ഇതാണ് അനുഗ്രഹത്തിൽ നിന്നാലുള്ള പ്രത്യേകത. അനുഗ്രഹം വെള്ളം പോലെ, എണ്ണ പോലെ കിനിഞ്ഞിറങ്ങട്ടെ അസ്ഥികളിലേക്ക്. ആമേൻ. അതുണ്ടേലുള്ള ഗുണം എന്നാണെന്നറിയാമോ? ശത്രുക്കളില്ലെന്നല്ല, ശത്രുക്കളുണ്ട്. അസൂയക്കാരുണ്ട്, ഏഷണിക്കാരുണ്ട്, മനസ്സാവാച അറിയാത്തത് പറഞ്ഞ് പിടിപ്പിക്കുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ, ആ വഴിക്ക് പോട്ടെ. പക്ഷേ ശത്രുക്കളിൽ ആർക്കും അവരെ നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അനുഗ്രഹമാണോ നിന്റെ മേൽ കിനിഞ്ഞിറങ്ങുന്നത്? ശത്രു ഇല്ലാതാകുന്നല്ല, ശത്രുവിന് നിന്റെ മേൽ ഒരു അധികാരമില്ലാതെ പോകും. ശത്രു നിന്റെ മേൽ തോൽക്കാൻ, ശത്രുവിന് നിന്നെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം നീ ദൈവശക്തിയുള്ളവനായി മാറും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം, കാരണം അവരുടെ എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാം ദൈവം അത് ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുവിന് എതിർക്കാൻ പോലും സാധിച്ചില്ല. എപ്പോൾ? ഒരനുഗ്രഹത്തിൽ, വാഗ്ദത്ത അനുഗ്രഹത്തിൽ നിൽക്കുമ്പോൾ. അടുത്ത വാക്യമാണ്, അടുത്ത വാക്യം 45. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. അവസാനത്തെ വാക്കാണെന്നറിയാവോ? എല്ലാം ഒന്നൊഴിയാതെ എല്ലാം സാധ്യമായി. ആമേൻ. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗമുണ്ട്. ഉചിതമായ സമയത്ത് ഒന്നൊഴിയാതെ എല്ലാം അനുഗ്രഹമായി. എല്ലാവരും പ്രാർത്ഥിച്ച്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒന്നൊഴിയാതെ എനിക്ക് സാധിച്ചു. എഴുതിയിരിക്കുവാണ്, ദൈവം ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. ഏതാണ്ടോ ഒരെണ്ണം നിറവേറി എന്നല്ല, 10 ഒരെണ്ണം ശരിയായി എന്നല്ല, എല്ലാം നിറവേറി. വാഗ്ദത്ത അനുഗ്രഹം വരുമ്പോൾ ശത്രുവിനെ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. എല്ലാ അതിർത്തികളിൽ നിനക്ക് സമാധാനം തരും. പിന്നെയോ ദൈവം പറഞ്ഞത് സകലതും ഒന്നൊഴിയാതെ എല്ലാം നിറവേറും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി 100 പേര് പറഞ്ഞില്ലേലും മിനിമം 10 പേരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, ഇവർ അനുഗ്രഹമുള്ളവരാണ്. നിങ്ങളുടെ ഭാഗ്യമാണ്. 100 പേരല്ല, 10 പേരെങ്കിലും പറയാൻ ഇടവരണം. 10 പേരെങ്കിലും പറയാൻ ഇടവരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന്. ഇവിടെ കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്ക്. നിങ്ങൾ വേണം ഈ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ. നിങ്ങൾ വേണം ഈ കുടുംബത്തിന്റെ ഇന്നത്തെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ. നിങ്ങളിൽ അനേകർക്ക് പ്രത്യാശയുണ്ട്. ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? 4 അതിരുകളിലും സ്വസ്ഥത നൽകിയ ദൈവത്തിന്റെ മുമ്പിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം സ്വീകരിച്ചവരെ കുറിച്ച് പറയുക. 4 അതിരുകളിലും സ്വസ്ഥത നൽകി. ശത്രുവിന് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിയോഗത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ, കൽക്കുരിശിൽ എണ്ണ ഒഴിക്കുന്നവർ, നൊവേനയിൽ പങ്കെടുക്കുന്നവർ, പാട്ട് പാടുന്നവർ, ഈ നിമിഷം തന്നെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത വിധം എല്ലാ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയണമേ. ശാപം വെള്ളം പോലെ, എണ്ണ പോലെ അവന്റെ
മാംസത്തിലൂടെ രോമകൂപത്തിലൂടെ ഇറങ്ങി അസ്ഥികളിൽ ചെല്ലുന്നത് പോലെ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം കിനിഞ്ഞിറങ്ങണമേ. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അതുവഴി നാലതിർത്തികളിലും സമാധാനം അനുഭവിക്കുവാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് അത്ഭുതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു. അനുഗ്രഹം എണ്ണ പോലെ വെള്ളം പോലെ കിനിഞ്ഞിറങ്ങട്ടെ. എണ്ണ പോലെ വെള്ളം പോലെ കിനിഞ്ഞിറങ്ങട്ടെ. അതിരുകളിലും സമാധാനം, സ്വസ്ഥത, സ്വസ്ഥത എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചൊന്ന് പാടാമോ? ചേർന്ന് കരമടിച്ച് പാടാം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷതരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷതരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. അതുകൊണ്ട് യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിങ്ങളിന്ന് ഈ വാക്ക് മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് മാതാപിതാക്കളാണ്. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ആകുന്നവരാകാം. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിവുള്ള മക്കൾ നിങ്ങളുടെ വീട്ടിൽ വേണം. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയും ജീവിച്ചാൽ പോരാ, അവർ പറയാനും, ഏതു നാട്ടിൽ ചെന്നാലും പറയാൻ വാക്കും നാക്കും കഴിവും ഉള്ളവരാകണം. ആമേൻ. എവിടെയും പേടിച്ച് പുറകിലായി പോകുന്നവരാകരുത്. അതിന് നിങ്ങൾ തന്നെ ഫോർമേഷൻ കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞത് ഒരാളോടല്ല, ആരെങ്കിലുമൊക്കെ വേണം നമ്മുടെ വീടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവരും കെൽപ്പുള്ളവരും. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒന്ന് മനസ്സിലോർത്തേ, നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ ആൺകൊച്ചാണേലും പെങ്കൊച്ചാണേലും പറയണം, മിടുക്കിയായിക്കോണം, മിടുക്കനായിക്കൊള്ളണം, ഈ വീടിനെ രക്ഷിച്ചോണം, ചീത്ത കൂട്ടുകെട്ട് കൂടി നടന്നേക്കരുത്, രക്ഷപ്പെട്ടു വരണം. ഇതെന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. ആണ്ടിലൊരിക്കലല്ല പറയേണ്ടത്, എല്ലാ ദിവസവും പറയണം, രക്ഷപ്പെട്ടു വന്നോണം. വേണ്ടാത്ത തെറ്റായ ബന്ധത്തിലൊന്നും പോയി ചാടിയേക്കല്ല്, മദ്യത്തിനും ലഹരിക്കും അടിമയായി പോയേക്കരുത്. രക്ഷപ്പെട്ടു വന്നോണം. പറയാനുള്ള കഴിവുണ്ടാകണം, ധൈര്യമുള്ളവരാകണം, തൻ്റെ ഇടമുള്ളവരാകണം, വാക്കും നാക്കും കഴിവുള്ളവരാകണം. കഴിവില്ലാത്തവരാകരുത്. പറഞ്ഞവരെ കഴിവുള്ളവരാക്കാൻ നമ്മളെ ആ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ചും പറഞ്ഞും കഴിവുള്ളവരായി ഒരു തലമുറയെ കയറ്റിക്കൊണ്ട് വരേണ്ടവർ ഞാനും നിങ്ങളുമാണ്. ഒരു നിമിഷം നിങ്ങളുടെ മകന്റെയോ മക്കളുടെയോ ആ മുഖമൊക്കെ ഒന്ന് കണ്ട്, നിങ്ങൾ അവരിവിടെ ഇല്ലെങ്കിൽ പോലും പറ, അവർ മിടുക്കിയാകും, അവൻ മിടുക്കനാകും. ഈ വീടിനെ രക്ഷിക്കാൻ ദൈവം കണ്ടവരാ അവര്. നിങ്ങളുടെ വീടിനെ രക്ഷിക്കാനും ഉയർത്താനും കഴിവുള്ളവർ, വാക്കു പറയാൻ കഴിവുള്ളവർ, നേടിയെടുക്കാൻ കഴിവുള്ളവർ, രക്ഷപ്പെട്ടു വരാൻ ദൈവഭാഗ്യമുള്ളവർ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ജനിച്ച് വളർന്നു വലുതാകണം. ഒന്ന് പ്രാർത്ഥിക്ക്, കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അവരെങ്ങനെയും വളരട്ടെ. മുമ്പേ പറഞ്ഞതുപോലെ കുറെ ജോലി കിട്ടിയെന്ന് മാത്രമല്ല, നല്ലൊരു ഭർത്താവാകാൻ, നാളെ ഒരു സമയത്ത് നല്ലൊരു ഭർത്താവാകേണ്ടതാ നിങ്ങളുടെ ഒരു മകൻ. നാളെ നിങ്ങളുടെ മകൾ നല്ലൊരു ഭാര്യയാകേണ്ട ആളാണ്. അവളെ ചെറിയ പ്രായമായിരിക്കാം, നാളെ ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവരെ കഴിവുള്ളവരാക്കണം. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരാളെ സ്നേഹിക്കാൻ പഠിക്കണം. പലർക്കും സ്നേഹിക്കാൻ അറിയത്തില്ല. ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ, ഭാര്യയ്ക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സ്ത്രീയെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയായി വരുന്നവരെ സ്നേഹിക്കാൻ പഠിക്കുന്നവരാകണം. അവരെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മടുത്തൊന്നും അറിയത്തില്ല. എന്നാലും ഈ ഇരിക്കുന്ന ഇരിപ്പൊക്കെ കാണുമ്പോൾ ഇരിക്കുന്നവരെക്കാൾ വിഷമം നമുക്കാണ്. സൗകര്യക്കുറവുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സ് വയ്ക്കുന്നല്ലോ ഇങ്ങനെ ഇരിക്കാനൊക്കെ. അതിനൊത്തിരി സന്തോഷമുണ്ട്.
നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മറക്കാനാകാത്തൊരു അനുഗ്രഹം ജീവിതത്തിൽ വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ വേണം, അല്ലെ നമ്മൾ വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഴിവുള്ളവരാക്കാൻ. അത് ചുമ്മാ ഒരു വാക്കല്ല കേട്ടോ. നാളെ നിങ്ങളുടെ വീടിനെ രക്ഷിക്കേണ്ട ആളാണ്. നാളെ നിങ്ങളുടെ വീടിനെ ഉയർത്തി നിർത്തേണ്ടത് അവരിലൂടെയാണ്. മക്കൾക്ക് കിട്ടുന്ന അനുഗ്രഹം കൊണ്ട് വീട് അലങ്കരിക്കപ്പെടണം. അനുഗ്രഹമുള്ളൊരു തലമുറ വേണം. ആമേൻ. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണ്. വേറൊരു വചനം കൂടി ഇന്ന് ചേർത്തൊന്ന് പറയുവാൻ ആഗ്രഹിക്കുവാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്. ആ വാക്യം വായിക്കുകയാണ്. 5-ാമത്തെ അധ്യായം യാക്കോബ് ശ്ലീഹായുടെ 17-ാമത്തെ വാക്യം. എനിക്കിത് പല പ്രാവശ്യം വായിച്ചിട്ടും മനസ്സിലായില്ലായിരുന്നു, പിന്നെ മനസ്സിലായി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക, ശ്രദ്ധിച്ചു വായിക്കുക. ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. എഴുതിയിരിക്കുവാണ്. ഈ പാട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. ഏലിയ നമ്മെ പോലെ. ഇതെങ്ങനെയാ നമ്മെ പോലെ ആകുന്നത്? നമ്മൾ സാധാരണക്കാരും കുഴപ്പമുള്ളവരും കുറവുള്ളവരും അല്ലേ? ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ, നമ്മളെല്ലാം തികഞ്ഞയാളല്ല. കുഴപ്പമുള്ളവരും കുറവുള്ളവരും അഴുക്കുള്ളവരും ഒക്കെയാണ്. പക്ഷെ എഴുതിയിരിക്കുവാണ് ഏലിയ നമ്മളെ പോലെ ഒരാളായിരുന്നു ഏലിയ. പക്ഷെ എന്നാലും മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? തീക്ഷ്ണതയോടെ. മഴ പെയ്യാതിരിക്കാൻ ആള് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. എന്നിട്ടോ ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഫലം. തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചാൽ അതിനൊരു ഫലമുണ്ട്. ആമേൻ. ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏലിയ ചുമ്മാ പ്രാർത്ഥിച്ചു എന്നല്ല, തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. 3 വർഷം മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. 18-ാമത്തെ വാക്യമാ. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടെന്ന് തെളിയിക്കുവാണ്. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. അതെന്നാ പറയാൻ കാരണം എന്നറിയാമോ? ഏലിയ വലിയ പ്രവാചകനൊക്കെ ആയിരുന്നു, ശരി തന്നെ. പക്ഷേ പുള്ളി പ്രാർത്ഥിച്ചു ഒരു ദിവസം, എനിക്ക് ജീവിതം മടുത്തു, ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോവാണ്, ഞാൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു ഏലിയ. ആരോട് പറഞ്ഞു? ദൈവത്തോട് പറഞ്ഞു. അതാ ഈ വാക്യം എഴുതിയിട്ടാ പറയാം. നമ്മളൊരു വിഷമം വരും പറയില്ലേ, ഞാൻ പോയി ചാകാൻ പോവാ, ജീവിക്കുന്നില്ല, വിഷമെടുത്ത് കുടിച്ചാലോ, ഞാൻ ജീവിക്കുന്നില്ല, മരിക്കാൻ പോവാ. നമ്മളൊരു ദേഷ്യം വരുമ്പോൾ അറിയാതെ ചില പൊട്ടവർത്താനം പറയും. ഏലിയ വലിയ പ്രവാചകനാ, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അത് അതുപോലെ ദൈവം കേട്ടു. 3 വർഷം മഴ പെയ്തിട്ടില്ല. അത്രയും വലിയ പ്രാർത്ഥിക്കുന്നവൻ പറയുക, വചനം ഒരു പ്രശ്നം വന്നപ്പോൾ പറയുക, എനിക്ക് ജീവിക്കാൻ താല്പര്യം തോന്നുന്നില്ല, എനിക്ക് മരിക്കാൻ തോന്നുവാ, എൻ്റെ ജീവൻ എടുത്താൽ മതിയായിരുന്നു, എൻ്റെ ജീവനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ബൈബിളിലുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഏലിയ, കുറേ കൂട്ടുകാരൊന്നും പുള്ളിക്കില്ലായിരുന്നു കേട്ടോ, ഒറ്റയ്ക്ക്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ മറക്കരുത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒറ്റയ്ക്കാണേലും തോക്കത്തില്ല. ആമേൻ. ദൈവത്തിൽ നിൽക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ ദൈവത്തിൽ നിൽക്കുന്നവൻ ഒറ്റയ്ക്കായി പോയാലും അവൻ തോൽക്കത്തില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ അനുഭവമില്ലേ? എത്രയോ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. ഒറ്റയ്ക്കായി പോയവരോട്, ദൈവത്തിൽ നിൽക്കുന്നവൻ ഒറ്റയ്ക്കായാലും തോക്കത്തില്ല. ആമേൻ. തോക്കാൻ സമ്മതിക്കില്ല ദൈവം. ഹല്ലേലൂയ. ഏലിയ തനിയെ, 5-6 പരിവാരങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക്. ഇത്രയും പ്രാർത്ഥനയുള്ള മനുഷ്യനോ? അതെ. പ്രാർത്ഥിക്കുന്നവൻ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ആമേൻ. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നേക്കാം, പക്ഷെ തോക്കത്തില്ല. വായിച്ചേ. അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന്. ഒരു ദിവസം മരുഭൂമിയിൽ കൂടെ പോയിട്ട് ഒരു വാടാ മുൾച്ചെടിയുടെ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു. എന്നിട്ട് അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. എന്നത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു? ജോലി കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, വീട് വെക്കാൻ വേണ്ടിയല്ല. മതി, മരിച്ച് ജീവിച്ചത് മതി, ഈ ജീവിതം വേണ്ട, ഈ ജീവൻ വേണ്ട, പെട്ടെന്ന് മരിക്കണം, പെട്ടെന്ന് മരിക്കണം, എന്നെ ഒന്ന് കൊന്നു തരാവോ. ഏലിയ മരുഭൂമിയിൽ പോയിട്ടും ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു.
മരിച്ചാൽ മതിയായിരുന്നു. ഇതെന്തൊരു ജീവിതമായത്? ആരാ പ്രാർത്ഥിച്ചത് മരണത്തിന് വേണ്ടി? വലിയ പ്രാർത്ഥനക്കാരൻ. എത്ര വലിയ പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സ് നിരാശയൊക്കെ വരാം. അതാ പറഞ്ഞത്, ഏലിയ നമ്മെപ്പോലൊക്കെ ആയിരുന്നു, പക്ഷെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടായിരുന്നു. ആമേൻ. ശ്രദ്ധിക്കണം, ഏലിയ പ്രാർത്ഥിച്ചു. മതി. എന്താ പ്രാർത്ഥിച്ചത്? എഴുതിയിട്ടുണ്ട്, മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ മതി 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 മതി. എന്തു മതിന്ന്? എനിക്ക് ഈ ജീവിതം മതി. ഈ മാസം 10 പ്രാവശ്യം പറഞ്ഞവരുണ്ട് ഇതിനകത്ത്. ഈ മാസം ജീവിതം മതി. ഇതെന്തൊരു ജീവിതമാണ്? ഞാൻ ചിന്തിച്ചതുപോലെ ജീവിതമല്ല. മരിച്ചാ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു. ഇതിനു മുമ്പ് ഏലിയ പ്രാർത്ഥിച്ചു, മതി എനിക്ക് ജീവിതം, മടുത്തു. വായിക്ക്, എനിക്ക് മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാൽ എന്റെ പ്രാണന്റെ ജീവനെ അങ്ങ് എടുത്തോണ്ട് പോകും. ഒരാൾ പ്രാർത്ഥിക്കുക, അതും വലിയൊരു പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചു. ഏലിയ ഒറ്റ പ്രാർത്ഥനയ്ക്ക് ഫലം 3 വർഷം 6 മാസം മഴ പെയ്തിട്ടില്ല. പ്രാർത്ഥിക്കുവാണ്, മതി എനിക്ക് ജീവിതം മടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നാ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന മരിച്ചാൽ മതി എന്നല്ല, എന്നാൽ ഇങ്ങനെ പോരെ ജീവൻ അല്ല. ദൈവം ആ പ്രാർത്ഥനയെ സ്വീകരിച്ചില്ല. നമ്മൾ ദേഷ്യത്തിലും വിഷമത്തിലും പറയുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കില്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ പറയില്ല, അയ്യോ ഞാൻ ആ വാക്ക് പറഞ്ഞോണ്ടാണോ? ഇപ്പൊ ഏലിയ പറഞ്ഞില്ലേ ദൈവത്തോട്, ജീവനെ എടുത്തോ, മതി, ജീവിതം മടുത്തു എന്ന് പറഞ്ഞില്ലേ? ഓ നീ അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? എന്നാ ഇങ്ങനെ പോരാ, നീ മരിച്ചു പോട്ടെ എന്നല്ല. ഏലിയ മരിച്ചിട്ടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ പറയുന്ന വാക്ക് മനുഷ്യൻ ചിലപ്പോൾ വലിയ കാര്യമായിട്ട് എടുത്താലും ചിലപ്പോൾ അത് ദൈവം പരിഗണിക്കുക പോലുമില്ല. ആമേൻ. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. ഇനി അടുത്ത വാക്യം വായിക്കുന്നത് 18-ാം അധ്യായം 41 വാക്യമാണ്. 41 മുതലുള്ള വാക്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാക്യമാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. പറഞ്ഞ് അനുവദിക്കപ്പെട്ട സമയത്ത് വേഗം നിർത്തുകയും ചെയ്യും. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി. ഇതിന്റെ മുകളിൽ ഒരു ഹെഡിങ് ഉണ്ട് കേട്ടോ, വരൾച്ച അവസാനിക്കുന്നു. സിറ്റുവേഷൻ എന്നതാ? വരൾച്ചയാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. സിറ്റുവേഷൻ വരൾച്ചയാണ്. പക്ഷെ ആ സിറ്റുവേഷൻ മാറാൻ വേണ്ടി ഏലിയ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ശ്രദ്ധിച്ചു വായിക്കുവാണ്. അനന്തരം ഏലിയ ഈ പ്രാർത്ഥനയുള്ള മനുഷ്യൻ ആഹാബിനോട് പറഞ്ഞു, ആഹാബ് എന്ന ആളോട് പറഞ്ഞു, ആഹാബേ പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. നീ പോയി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. നീ പോയി ഫുഡ് കഴിക്കുക, വെള്ളമോ ഭക്ഷണമോ എന്നാന്ന് വെച്ചാൽ പോയി കഴിക്കുക. വലിയ മഴ ഇരമ്പുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുള്ള ഏലിയ ചെവി കേൾക്കുവാണ്. വലിയൊരു മഴ ഇരമ്പുന്നു. മഴ നമുക്കറിയില്ല, നമ്മുടെ ജീവിക്കും മഴ പെയ്യുന്നുണ്ട്. അവിടെ അപ്പുറത്തെ മലയിൽ മഴ പെയ്ത് വരുമ്പോൾ നമുക്ക് കേൾക്കാം. നമ്മൾ വേഗം മുറ്റത്ത് എന്തെങ്കിലും ഉണക്കാനിട്ടുണ്ട്, വേഗം എടുക്കും. മഴ വരുന്നുണ്ട്, മഴ. ആ ഇരമ്പുന്നൊരു ശബ്ദമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഏലിയ പ്രാർത്ഥനയിൽ കേട്ട ഒരു ശബ്ദമുണ്ട്, ഒരു മഴ ഇരമ്പുന്നു. ആഹാബ്, ഞാൻ കേൾക്കുന്നില്ല. എവിടെ മഴ? എന്ത് മഴ? 3 വർഷമായിട്ട് മഴയില്ല, പിന്നെയാണോ മഴ? പ്രാർത്ഥിക്കുന്നവന് ദൈവം തരുന്ന ആ ഇരമ്പല് കേൾക്കാൻ പറ്റും. ആമേൻ. ഇത് ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കാൻ പറ്റും. ചില ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ചല്ലേ കയ്യെ പിടിച്ചിട്ട് പറയില്ലേ, നീ രക്ഷപ്പെടും. ഇയാളെങ്ങനെയാ ഞാൻ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞത്? ഒരുപക്ഷെ നിന്റെ കയ്യെ പിടിച്ച് നിന്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ നീ രക്ഷപ്പെടുമെന്നൊരു വാക്ക് ദൈവത്തിൽ നിന്ന് വരുന്ന ഇരമ്പൽ കേട്ടിട്ടായിരിക്കും ആ പുള്ളി പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല വീട് സ്ഥലവും കാണുന്നുണ്ടല്ലോ. വീട് സ്ഥലമോ? ഞങ്ങളൊന്ന് ചിന്തിക്കുന്ന പോലും ഇല്ല. അല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിന്റെ നേർക്ക് വരുന്നത് പ്രാർത്ഥനയുള്ള മനുഷ്യൻ കേൾക്കും. എന്നിട്ട് പറയും അത് അനുഗ്രഹമായിട്ട് വരും. ഏലിയ പറഞ്ഞു, ഒരു മഴ പെയ്തു വരുന്നുണ്ട്. പെയ്തിട്ടില്ല ഇവിടെ, പക്ഷെ അത് വരൾച്ച അവസാനിക്കാൻ നിന്റെ പ്രശ്നങ്ങൾ മാറത്തക്ക വിധം ഒരു അനുഗ്രഹം വരുന്നത് ചെവിയിൽ ഇരമ്പുന്നുണ്ട്. ആഹാബ് എവിടെ മഴ? ഇയാൾ എന്താ ഈ പറയുന്നു? പക്ഷെ ആഹാബിനോട് നീ പോയി ഭക്ഷണം കഴിച്ചോ, പൊക്കോളാൻ പറഞ്ഞു. ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ചാപ്പാട് കഴിക്കാൻ നീ പോ. ഒരു മഴ ഇരമ്പുന്നു. അടുത്ത വാക്യം, ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. പുള്ളി ഇത് കേട്ട പാടെ ഫുഡ് പുള്ളി അത്രയും വിഷമിച്ചിരിക്കുമായിരുന്നു തോന്നുന്നു. പുള്ളി ഉടനെ വിട്ടു, ഫുഡ് കഴിക്കാൻ പോയി. അടുത്തത്, ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അയ്യോ വീട്ടിൽ പോകണ്ടേ, മഴ വരുമെന്ന് പുള്ളിയല്ലേ പറഞ്ഞത്? അല്ല, മഴ വരുമെന്ന് പുള്ളിയല്ലേ പറഞ്ഞത്? പിന്നെന്തിനാണ് മഴ വരുമ്പോൾ ആരെങ്കിലും മലയുടെ മുകളിലോട്ട് പോവോ? മഴ വരുമ്പോൾ മഴ നനയാതിരിക്കാൻ വീട്ടിൽ കയറുമല്ലേ ചെയ്യേണ്ടത്?
മഴ വരുന്നു എന്ന് ഒരു ഇരമ്പല് കേൾക്കുന്നവൻ നേരെ കയറിപ്പോയത് പ്രാർത്ഥനയുടെ മലമുകളിലേക്കാണ്. ഹല്ലേലൂയ. അത് മഴയായി പെയ്യണമെങ്കിൽ നിന്റെ ഒരു പ്രാർത്ഥന വേണം. മനസ്സിലായോ? ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദൈവ ശുശ്രൂഷ ചെയ്യും. ആണോ? പുള്ളി പറഞ്ഞുകൊണ്ടെങ്കിൽ വന്നോളും, മഴ പെയ്യത്തില്ല. ഞാൻ ഒരുപക്ഷെ ആ മല കയറേണ്ടി വരും. മഴ പെയ്യാൻ ഇരമ്പുന്നു എന്ന് പറഞ്ഞപ്പം ഏലിയ കൊട എടുത്ത് പിടിച്ചു എന്നോ വീട്ടിൽ കയറി കട്ടിലേ കിടന്നു എന്നല്ല. പുള്ളി നേരെ പോയതൊരു മലയുടെ മുകളിലേക്കാണ് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന കൗൺസിലിംഗ് നടത്തുകയോ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്തപ്പോൾ ആരെങ്കിലും ഒരു സന്ദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അനുഗ്രഹം പ്രാർത്ഥിച്ചവന്റെ ചെവി കേട്ട് കാണും. ഈ വിധത്തിൽ ഈ കൊച്ചു അനുഗ്രഹിക്കപ്പെടും. ചിലരോട് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ഇത് നിന്റെ 2ാം ജന്മമാണെന്ന്. അതവന്റെ ജീവിതം ദൈവം വീണ്ടും ആരംഭിച്ചത് ഇരമ്പുന്ന ശബ്ദം, അനുഗ്രഹം വരുന്ന ശബ്ദം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ, നിങ്ങളെ നാളുകളിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇരമ്പുന്നത്. എല്ലാ ചെവി കൊണ്ടും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. ആഹാബ് കേട്ടുപോലുമില്ല, പുള്ളി ഫുഡ് കഴിക്കാൻ പോയി. പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിന്റെ ശബ്ദം, അനുഗ്രഹം വരുന്ന ഇരമ്പില് കേൾക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ പറയും, നിനക്കൊരു നല്ല ജോലി വരുന്നുണ്ട്, ഇന്റർവ്യൂ വരുന്നുണ്ട്, നീ ഒരു ബിസിനസ് തുടങ്ങും. അല്ല, അതൊന്നും ഞാൻ നോക്കിയിട്ട് എങ്ങനെ ശരിയാവൂന്ന് ഓർത്തായിരിക്കുന്നു. അല്ല, പ്രാർത്ഥിക്കുന്നവൻ കണ്ടു അത് നിന്റെ നേർക്ക് അങ്ങ് പെയ്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടാ പറഞ്ഞത്. കുഞ്ഞു മെസ്സേജാ പറഞ്ഞത്, മഴ ഇരമ്പുന്നു. പക്ഷെ ഈ മനുഷ്യൻ എങ്ങോട്ടാ പോയത്? നേരെ പുള്ളി ഏലിയ പ്രാർത്ഥിക്കാൻ കാർമൽ മലയുടെ മുകളിൽ കയറി. എന്നിട്ടോ അവൻ മുട്ടുമടക്കി സോഫായിലോ സെറ്റിയിലോ AC റൂമിലോ ശീതീകരിച്ച മുറിയിലോ അല്ല, മലയുടെ മുകളിൽ. 3 വർഷമായി മഴയില്ല, എല്ലാ മരം ഉണങ്ങിപ്പോയി. വെറും പച്ച മണ്ണിന്റെ മുകളിൽ മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞ്, പുള്ളിയുടെ മുഖം, ഏലിയായുടെ മുഖം എവിടെയാ ഇരുന്നെന്ന് എഴുതിയിട്ടുണ്ട്. നിലം വരെ കുനിഞ്ഞ് മുഖം. എന്തായാലും കൊടവയറ് നടുവേദന ഇല്ലാത്ത ആളാണ്. കൊടുവയറുള്ള ആൾക്ക് ഇത്രയും കുനിയാൻ പറ്റത്തില്ല, നടുവേദന ഉണ്ടെങ്കിലും കുനിയാൻ പറ്റത്തില്ല. അപ്പോൾ ഏലിയായിക്ക് 2 കാര്യങ്ങളില്ലായിരുന്നു. ഏതൊക്കെ? കൊടവയറുമില്ല, നടുവേദനയില്ല, ഡിസ്ക് കംപ്ലൈന്റ് ഇല്ലായിരുന്നു. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് റാ പോലെ കുനിഞ്ഞു. ഈ മുഖം, ഏലിയായുടെ മുഖം ഇപ്പൊ എവിടെയാ ഇരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. മുട്ടുകൾക്കിടയിലാക്കി, 2 കാൽമുട്ടിന്റെ ഇടയിൽ. അപ്പൊ എന്തേരെ വളഞ്ഞിട്ടുണ്ടെന്നോ നമ്മൾ ആലോചിക്കുമ്പോ തന്നെ നടുവേദന വരുന്നുണ്ട്. നമുക്ക് തോന്നി പുള്ളിയുടെ നടു പൊട്ടിപ്പോകുന്നു. അല്ല, മഴ ഇരമ്പുന്നു എന്ന് പറഞ്ഞേച്ച് മുട്ടുകുത്തി മലയുടെ മുകളിൽ പോയിട്ട് കല കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുവാന്നിരിക്കട്ടെ, നിങ്ങളുടെ കൊച്ച്, നിങ്ങളുടെ മകൻ, മകള് കടൽ കിടന്ന് രാജ്യത്ത് പോകും. ഓ, ഇനി എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അന്നേരമാ കൂടുതൽ പ്രാർത്ഥന വേണ്ടേ. മഴ വരും, പെയ്യട്ടെ മഴ അങ്ങനെ ചുമ്മാ പെയ്യത്തില്ല. ഓരനുഗ്രഹവും നിങ്ങളുടെ മേൽ ചുമ്മാതെ വന്ന് പെയ്യത്തില്ല. അതിനാരെങ്കിലും വേണം ഇതുപോലെ മല കയറിപ്പോകാൻ, കുറെ പോയി മുട്ടുകുത്താൻ, ത്യാഗത്തോടെ ഇരിക്കാൻ. ശിരസ് കാൽമുട്ടുകൾക്കിടയിലാക്കി റാ പോലെ ചുരുണ്ടിരിക്കുക ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് മലയുടെ മുകളിൽ. കാണുന്നു പറയും, എന്തോ കുഴപ്പമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നമുള്ളതുകൊണ്ടല്ല, അതങ്ങന്ന് പെയ്ത മഴ പെയ്ത് അതെന്റെ ഇവിടെ വരണമെങ്കിൽ ഇതുപോലൊരു പ്രാർത്ഥന വേണം. ആണ്ടിലും സംക്രാന്തിയിലുമല്ല, ഒരു പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയാ അങ്ങുള്ള അനുഗ്രഹത്തെ എന്നിലേക്ക് പെയ്ത് വരുന്നത്. വിശ്വസിക്കുന്നോ? നിങ്ങൾ ഇത് മനസ്സിലാവും കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? ഏലിയ പറഞ്ഞു മഴ പെയ്യുന്നു, പുള്ളിയോട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഏലിയ സത്യം പറഞ്ഞ വീട്ടിൽ കയറുമല്ലേ ചെയ്യേണ്ടത്. ഏലിയ പോയി നേരെ മലയുടെ മുകളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഏലിയ അടുത്ത് നിന്നൊരാളോട് പറഞ്ഞു, 43-ാമത്തെ വാക്യം, അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. പോയി നീ അടുത്ത് നിൽക്കുന്നവനോട് പറഞ്ഞു, നീ പോയി അവിടെ പോയി നോക്ക്, മഴ വരുന്നുണ്ടോ നോക്ക്. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മളെ പോലെ തന്നെ ഒന്നും നടക്കുന്നില്ല. ഇയാൾ ഈ മുട്ടും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചേച്ച് ഞാനൊന്നും കാണുന്നില്ല. അയാൾ തിരിച്ചു വന്ന് പറഞ്ഞു, ഒന്നുമില്ല. പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴും ഓർക്കും, സാഹചര്യം അതുപോലാണല്ലോ. അല്ല, പുള്ളി സന്ദേശം പറഞ്ഞു ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, പുള്ളി ആ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും പറഞ്ഞതുപോലെ അല്ലല്ലോ, എൻ്റെ വീട്ടിൽ ചുമ്മാ പറഞ്ഞതാണോ? അല്ല, അത് കുറച്ചുകൂടെ അപ്പുറത്താ. അത് പെയ്തു വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏലിയായുടെ ഭൃത്യം പറയുവാണ്, ഒന്നുമില്ല. നിങ്ങളിങ്ങനെ മുട്ടും കുത്തി റൗണ്ടായിരുന്ന് ഒന്നുമില്ലെന്ന് പറയരുത്.
പോയി നോക്കിയോ തന്നെ പറഞ്ഞു ഒരു അത്ഭുതത്തെ കുറിച്ച്. വാക്യം വായിക്കാം, അടുത്ത വാക്യം. വീണ്ടും അവനോട് പറഞ്ഞു. ഈ പോയി നോക്കിയവൻ അവിടെ നോക്കിയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ഒന്നുമില്ല, ഒരു ഗുണവുമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 7 പ്രാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യൻ ഇവിടെ മുട്ടുകുത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പണ്ട് കേട്ട ഒരു വാക്കുണ്ട്, നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനാണോ നിന്നെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മുട്ടുകുത്തിക്കാൻ നോക്കും പല വിധത്തിൽ. നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ നിനക്ക് പറ്റത്തില്ല. ആമേൻ. ദൈവസന്നിധിയിൽ ഏലിയ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 6 പ്രാവശ്യം പോയി നോക്കിയിട്ട് അവൻ വന്ന് പറഞ്ഞു, ഒന്നുമില്ല, ഒരു മഴ അല്ല. പുള്ളിയല്ലേ പറഞ്ഞത് മഴ ഇരമ്പുന്നു എന്ന്, പക്ഷെ മഴയൊന്നും കാണുന്നില്ലല്ലോ. 7ാമത്തെ പ്രാവശ്യം, 7ാം പ്രാവശ്യം അവൻ പറഞ്ഞു. 7ാം പ്രാവശ്യം ഏലിയ അവിടെ പ്രാർത്ഥിക്കുമ്പോ ഭൃത്യം പോയി നോക്കിയിട്ട് പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. നോക്കൂ, അടുത്ത കാര്യം കേട്ടോ. മഴ പെയ്തു എന്നല്ല, ആകാശത്ത് മനുഷ്യന്റെ ഇതുപോലെയുള്ളൊരു മനുഷ്യന്റെ കൈ അത്രയുള്ള ഒരു കുഞ്ഞു മേഘം അവിടെ പൊങ്ങി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു ചാറ്റമഴ പെയ്യാൻ പോലുള്ള മേഘമില്ലത്. നിങ്ങൾ ആരെങ്കിലും പറയൂ, ആകാശത്ത് ഒരു ചെറിയ ഒരു കൈയുടെ നീളത്തിലുള്ള ഒരു മേഘം കണ്ട വലിയ മഴ, ഒരു മഴയും പെയ്യത്തില്ല. ചാറ്റമഴ പെയ്യാനെങ്കിലും കുറച്ചുകൂടെ മഴക്കാറ് വേണം. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒരു മേഘം ഉയർന്നു വരുന്നത് കണ്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും പറയാം, മാതാപിതാക്കളോട് പറയാം, യുവാക്കളോട് പറയാം, കുഞ്ഞുങ്ങളോട് പറയാം, ആരൊക്കെയോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോണ്ടാ ചിലതൊക്കെ നന്മയായി അവിടെ ഇവിടെയൊക്കെ ഉയർന്നു വന്നത്. നന്മയായി അതൊക്കെ തെളിഞ്ഞു വന്നത്. ഇതാ ഈ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊന്നും ആരും കാണത്തില്ല കേട്ടോ. ആകാശത്തോളം മനുഷ്യന്റെ കൈയോളം ഉള്ള ഒരു മേഘം ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചാറ്റമഴയല്ലേ പെയ്യേണ്ടത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്തേരെ പറഞ്ഞുള്ളൂ? ഒരു ചെറിയ മേഘം. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ചിലപ്പോൾ ഒരാളോട് ചോദിക്കുവാണ്, എന്താടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്? ഓ, ഒന്നും പറഞ്ഞില്ല, ദൈവം ഇടപെടുമെന്നേ പറഞ്ഞുള്ളൂ. അത് ശരി, എന്നോടും അതാ പറഞ്ഞു. ഓ, അതുകൊണ്ട് പോയേക്കാം, വലിയ കാര്യമൊന്നുമില്ല. ദൈവം നിന്നോട് ഇടപെടുമെന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുള്ള മനുഷ്യനാ ആ വാക്ക് പറഞ്ഞെങ്കിൽ ആ വാക്കിനെ ദൈവം അംഗീകരിക്കും. പ്രാർത്ഥന വഴിയെ പോകുന്ന ഒരാളെ പറഞ്ഞെ കുറിച്ചല്ല പറഞ്ഞ്. ഏലിയ പറഞ്ഞു മഴ പെയ്യും, മഴ പെയ്യും. ഏലിയ പ്രാർത്ഥനയുള്ള മനുഷ്യൻ പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചു. പ്രാർത്ഥിക്കുന്നവൻ പറയുന്ന വാക്കിനെ ദൈവം അടിവരയിടും. അതിന് ദൈവം ശരി ചിഹ്നം കൊടുക്കും. പ്രാർത്ഥിക്കുന്നവന്റെ വാക്ക് ദൈവ വാക്കുകളായി മാറും. എഴുതിയിരിക്കുന്ന വാക്ക് പ്രാർത്ഥിക്കുന്നവൻ ഈ പോയി നോക്കിയും പറയുവാണ്, ഒരു ചെറിയ മേഘം അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ചെറിയ മേഘമോ, ഒരു മഴയും പെയ്യത്തില്ല. അയാൾ ചുമ്മാ പറഞ്ഞ നടക്കുകയെന്നൊന്നും പറഞ്ഞ് പോകാൻ വരട്ടെ. അടുത്ത വാക്യം, ഏലിയ അവനോട് പറഞ്ഞു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക. നീ വണ്ടി എടുത്ത് വിട്ടോ, മഴ പെയ്യാൻ പോവാ. പിന്നെ ഇത്രയും ഒരു മനുഷ്യന്റെ കയ്യോളമുള്ള മേഘമുള്ള അവിടെ ഇവിടെ വലിയ മഴ പെയ്യുന്ന വണ്ടിയും കൂട്ടി പോകാൻ എനിക്കെന്നാ ഭ്രാന്തുണ്ടോ? എന്തു മഴ പെയ്യുന്നാ നിങ്ങൾ ഈ പറയുന്നത്? പ്രാർത്ഥനയിൽ കിട്ടിയ ഉത്തരം ചെറുതായിട്ട് തോന്നിയാലും അത് നിന്റെ മേൽ വരുമ്പോൾ അത് വലിയൊരു മഴയായിട്ടൊക്കെ അത് പെയ്യും. മഴയൊന്നും പെയ്യത്തില്ല, ഇതുകൊണ്ടൊന്നും ഗുണമില്ലെന്ന് പറയാൻ വരട്ടെ. ഇത്രയും ചെറിയ മേഘമല്ലേ, ചാറ്റമഴ പോലും പെയ്യത്തില്ലെന്നൊക്കെ പറയാൻ വരട്ടെ. അത് വലിയൊരു മഴയായി നിന്റെ മേൽ വിശ്വസിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം 45-ാമത്തെ വാക്യം. നൊടിയിടയിൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഇപ്പോഴാണല്ലോ ആകാശം മേഘാവൃതമായത്, കാറ്റ് വീശിയത്? അല്ല, പുള്ളി നേരത്തെ പറഞ്ഞ മഴ ഇരമ്പുന്നെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞായിരുന്നല്ലോ. മഴ ഇരമ്പുന്നത് കേട്ടത് പ്രാർത്ഥനയുള്ള ചെവികളിൽ കേട്ടു. നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പ്രാർത്ഥനയുള്ളവൻ പറയുന്നത് ഇയാൾ എന്നാ കണ്ടിട്ടാ പറഞ്ഞത്? നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരനുഗ്രഹം നിന്റെ മേൽ വരുന്നത് കേട്ടു. പക്ഷെ പിന്നീട് ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. അല്ല, മനുഷ്യന്റെ ഒരു കൈയുടെ അത്രയുള്ള മേഘം ആകാശത്ത് കണ്ടതിന് എങ്ങനെ എത്രയും വലിയ മഴ പെയ്തത്?
ഇത് സാധാരണ മേഘവും ആകാശവും ഒക്കെ ആയിട്ട് മാത്രം എടുത്താൽ പോരാ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമായിരിക്കും പ്രാർത്ഥിച്ച മനുഷ്യൻ പറഞ്ഞത്, നാളുകളിൽ അത് വലിയ മഴയായി ജീവിതത്തിൽ അത് വിശ്വസിക്കുന്നു. എഴുതിയിരിക്കണ്ടോ? ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു, പൊടിമണ്ണൊക്കെ ഒതുങ്ങി എന്നല്ല പറഞ്ഞത്, വലിയ മഴ പെയ്തു. ഈ വലിയ മഴ പെയ്യാൻ ചുമ്മാ വലിയ മഴ പെയ്താന്ന് പറയാൻ വരട്ടെ. ഒരാൾ അപ്പുറത്ത് പോലെ ഇരുന്ന് മുട്ടുകുത്തി നിന്ന് മണ്ണിൽ മുട്ടുകുത്തി ശിരസ് മുട്ടുകൾക്കിടയിലാക്കിയ കാര്യം മറന്നു പോവല്. ഒരു മനുഷ്യൻ മഴ വരുന്നു എന്ന് കേട്ടപ്പോൾ നേരെ കയറിയത് മലമുകളിലേക്ക്. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറയാം, മക്കൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പോകരുത്. ആ രക്ഷ നിന്റെ മേൽ ഒരു വലിയ മഴയായി പെയ്യാൻ ഒരുപക്ഷെ നീ ചില മലകൾ കയറേണ്ടി വരും, ചിലപ്പോൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും, ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ഈ വലിയ മഴ കയ്യും കെട്ടി ഇരുന്ന് പെയ്തതല്ല. ഇതിനു വേണ്ടി മുട്ടുകുത്തി നിന്ന് പോയി നോക്കിയോ പറഞ്ഞു, ഒന്നുമില്ല, ഇയാളെ മുട്ടുകുത്തുന്നതിന് ഒരു ഗുണവുമില്ല. 7ാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത്, ഒരു മനുഷ്യ കരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വരുന്നത് കണ്ടു. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കാണും, നിങ്ങളുടെ മേൽ ചില ഭാഗ്യങ്ങൾ കയറി വരുന്നത്, ചില രക്ഷ ഉയർന്നു വരുന്നത്, ചില ഭാഗ്യം കയറി വരുന്നത് കാണും. പ്രാർത്ഥിക്കുന്നവൻ ആ പ്രാർത്ഥനയിൽ റിസൾട്ട് ഉണ്ടാകും, അതിന് ഫലം ഉണ്ടാകും. എന്ത് പെയ്തു? വലിയ മഴ പെയ്തു, വലിയ മഴ പെയ്തു. അടുത്ത വാക്യം 46ാമത്തെ വാക്യം വായിക്കുക. കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് മറക്കല്ല്. പോയി നോക്കിയവന്റെ കൂടെയാണോ കർത്താവ് ഉണ്ടായിരുന്നത്? ഫുഡ് കഴിക്കാൻ ഒരാൾ ഹോട്ടലിലേക്ക് പോയി, ആ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മുട്ടുമടക്കി പ്രാർത്ഥിച്ചവന്റെ കൂടെ ദൈവകരമുണ്ടായിരുന്നു. ഇതൊരു സമ്പത്താണ്. പ്രാർത്ഥിക്കുന്ന അമ്മയാണോ, പ്രാർത്ഥിക്കുന്ന ഞാനാണോ, പ്രാർത്ഥിക്കുന്ന നിങ്ങളാണോ, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവകരം എപ്പോഴും ഉണ്ടാവും. അടുത്ത വാക്യങ്ങൾ പറഞ്ഞു നിർത്തുവാണ്. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രയേൽ കവാടം വരെ ഓടി. അവിടെ ഒരു വാക്കുണ്ട്, ആഹാബിന് മുൻപേ. ആഹാബ് ഇപ്പൊ എവിടെ? ആഹാബ് മണിക്കൂർ മുമ്പേ ഫുഡ് കഴിക്കാൻ പോയതാ. പക്ഷെ അവന്റെ മുമ്പിൽ കയറി പ്രാർത്ഥിച്ച ഏലിയ. ഒന്നും കൂടെ വായിക്കാം. അവൻ ആഹാബിന് മുൻപേ ജസ്രയേൽ കവാടം വരെ ഓടി. പ്രാർത്ഥിച്ചവൻ അവന്റെ സ്ഥാനം മുൻപിലാണ്, മുൻപിലെത്തിക്കും. ഹല്ലേലൂയ. കേട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. എന്തുവാ കേട്ടത്? ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുവാണ്. വെള്ളത്തിലൊരു കല്ലിട്ടാൽ അത് വേഗത്തിൽ താഴേക്ക് പോകും. പല മനുഷ്യരും പല പ്രശ്നങ്ങളിൽ വെള്ളത്തിലെ കല്ലുപോലെ വേഗത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പിടിച്ചു നിർത്താൻ ആരുമില്ല. പെട്ടെന്ന് സങ്കടത്തിൽ താണുപോകുന്നു, നിരാശയിൽ താണുപോകുന്നു, ജീവിക്കാൻ പോലും താല്പര്യമില്ലാതാകുന്നു. നിന്നെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് നിന്റെ കൂടെ വെളിപ്പെടും. ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഏലിയ എന്തോ പറഞ്ഞത്? മഴയുടെ ഒച്ച കേൾക്കുന്നു. പോയി നോക്കിയോ പറയാ, ഒന്നുമില്ല, ഒരു മഴ പോലും അംശം പോലും ഇല്ല. പിന്നെങ്ങനെയാ ഇദ്ദേഹം കേട്ടത്? പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്ന ശബ്ദം കേൾപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ പറയും, നീ രക്ഷപ്പെടും കേട്ടോ, നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് അനുഗ്രഹമാകട്ടോ, നിന്റെ സാമ്പത്തിക നീ രക്ഷപ്പെട്ടു വരും കേട്ടോ. അതൊക്കെ ചുമ്മാ ഒരു ഭംഗി വാക്കായി കാണല്. ദൈവം നിനക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യന്റെ ചെവിയിൽ കേട്ടതാകുഞ്ഞേ നിന്നോട് വാക്കുകളായി പറഞ്ഞത്. ആ മനുഷ്യൻ അയാൾ റബ്ബർ വെട്ടുകാരനാണ്, അയാൾക്ക് വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത നോക്കിയിട്ടല്ല കുഞ്ഞെ ദൈവസ്വരം നിന്നെ കേൾപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനാ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നത്. ചിലരോട് പറയില്ലേ, ആ ബന്ധം നിനക്ക് ചേർന്നതല്ല. അതെ, നല്ല ബന്ധമാണ്, നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല. എന്തിനാ ഇയാളത് പറഞ്ഞത്? നിനക്ക് നല്ലതല്ല എന്ന് ദൈവം ആ മനുഷ്യനിൽ അയാൾ കേട്ടു. ഈ കല്യാണം നീ നടത്തണ്ട, ഈ കല്യാണം നടത്തിക്കോ, ആ സ്ഥലം നീ വിൽക്കണ്ട, ഈ ജോലി ഇപ്പോൾ നീ നോക്കണ്ട, ഇപ്പോൾ പടച്ച് വേഗത്തിൽ ഇന്ന രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കണ്ട, കുറച്ച് കഴിയട്ടെ. ഇതൊക്കെ നിങ്ങളാരാ പറയാൻ? ദൈവത്തിൽ നിന്ന് കേട്ടതാണ് പറയുന്നതെങ്കിൽ
അത് ആ വ്യക്തിയുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ സങ്കടം പറഞ്ഞിട്ട് അയാളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി 1, 2, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നദ്ധിയിൽ നിന്ന് ഒരേ ഉത്തരവാ വരുന്നെങ്കിലേ ഞാൻ ഉറപ്പോടെ പറയും ഇന്ന പോലെ ചെയ്യുക. ആമേൻ. അത് ഒരു പ്രാവശ്യം കേട്ടാൽ എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് അല്ല. 2 പ്രാവശ്യം കേട്ടാൽ ഞാൻ ഓർക്കും ശരിയാ, ഒന്നും കൂടെ വെക്കും. ഒരു 3 പ്രാവശ്യം ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉറപ്പുള്ള ഒരു കാര്യമാണേൽ മെസ്സേജായിട്ട് ഞാൻ പറയുകയുള്ളൂ. ഹല്ലേലൂയ. അതെനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം അതിലൂടെ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഒരു നിമിഷം നമുക്കൊന്നും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വെള്ളത്തിൽ കല്ല് വീണ പോലെയാണ് പലരുടെയും ജീവിതം. വെള്ളത്തിനടിയിലേക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പലതിനെയും ഓർക്കുമ്പോൾ ആദിയുണ്ട്, ടെൻഷനുണ്ട്, സ്വസ്ഥതയില്ല, സമാധാനമില്ല. പ്രാർത്ഥിക്കുന്ന ഏലിയ ഒറ്റയ്ക്കായിപ്പോയി. തനിയെ പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കായാലും തോൽക്കത്തില്ല. അവൻ ആ സിറ്റുവേഷനെ പ്രാർത്ഥിച്ചു മാറ്റും. പ്രാർത്ഥിക്കുന്നവൻ ഒരു വിളക്ക് പോലെയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഒരു വെളിച്ചം പോലെയാണ്. അവൻ ആ സ്ഥലത്തിന്റെ ഇരുട്ടിനെ പ്രാർത്ഥിച്ചു മാറ്റും. ആമേൻ. അതിനെ ഭാഗ്യമുള്ള ഒരു ഇടമാക്കി മാറ്റും. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളെ അടച്ച് നല്ലൊരു പാട്ട് പാടാൻ നമുക്കൊന്ന് ഒരുങ്ങാം. ഏലിയ പറഞ്ഞു, ആഹാബേ, ഒരു മഴയുടെ ഇരമ്പല് കേൾക്കുന്നുണ്ട്. ആഹാബ് ചിന്തിച്ചു കാണും, മഴയോ? ഇത് നല്ല വെയിലായിട്ടിരിക്കുക, നീ പോയി ഫുഡ് കഴിച്ചോ. ആഹാബ് വേഗത്തിൽ വിട്ടു. വളരെ നേരത്തെ ഏലിയ കേട്ടു ഒരു പെയ്തു വരുന്നൊരു മഴയുടെ ഇരമ്പൽ. ആമേൻ. ഇതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും കാണട്ടെ, കേൾക്കട്ടെ, നിങ്ങളുടെ നേർക്ക് വരുന്ന ചില അനുഗ്രഹത്തിൽ ഒരു മഴ പെയ്ത്ത്. ആമേൻ. ഒരു മഴ, ചാറ്റൽ മഴയല്ല, വൻ മഴ. ഹല്ലേലൂയ. ഏലിയ മഴയെന്ന് പറഞ്ഞപ്പോൾ കൊടയെടുത്ത് വീട്ടിലേക്ക് ഓടി കട്ടിലേക്ക് കിടന്നു എന്നല്ല, ആ മഴ ഇങ്ങോട്ട് പെയ്തു വരാൻ അപ്പുറത്തെ മലയുടെ മൂടിലേക്ക്, കാർമൽ മലയുടെ മുകളിൽ കയറി വലിയ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. നിങ്ങളും തിരുവനന്തപുരത്തു നിന്നും, തൃശ്ശൂരിൽ നിന്നും, കോട്ടയത്ത് നിന്നും, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും, പാലായിൽ നിന്നും, കാഞ്ഞങ്ങാട് നിന്നും, ചെറുപുഴയിൽ നിന്നും, ആലക്കോട് നിന്നും, കോഴിക്കോട് നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, ഈ നാട്ടിൽ നിന്നൊക്കെ ഈ മല കയറി വന്നത്, ഏലിയായെ പോലെ ഈ മഴ കയറി വന്നത് പൈസയും കൊടുത്ത്, റിസ്ക് എടുത്ത്, ഉറങ്ങാനും പറ്റിയില്ല, സൗകര്യക്കുറവ്, ഈ വിലയ്ക്കൊക്കെ ഉണ്ടല്ലോ. നാളുകളിൽ നിങ്ങൾ പറയും ഒരു വലിയ മഴ പെയ്തു കേട്ടോ. ആമേൻ. എന്റെ കുഞ്ഞുങ്ങളിൽ ഒരു മഴയായി അത് പെയ്തു. ഹല്ലേലൂയ. ഒരു മഴയായി പെയ്യാൻ അല്ല ഏലിയ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത്? ആ മഴ അവിടെ കൊണ്ട് നിൽക്കാതെ അത് പെയ്തൊരു വൻമഴയായി പെയ്തു വരാൻ ഈ നമ്മളെ ഏലിയായെ പോലെ നമ്മൾ കുറച്ചു പേരൊക്കെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കൂടെ നിന്ന് ഭൃത്യൻ പറയുക, മഴയോ ഒന്നും കാണുന്നില്ല, മഴക്കാറോ അന്തരീക്ഷത്തിലൊന്നും കാണാനില്ല. 7ാമത്തെ പ്രാവശ്യം വന്നിട്ട് പറയുക, പ്രവാചക, ആകാശത്ത് ഒരു മനുഷ്യന്റെ കൈയുടെ അത്രയും ചെറുതായ ഒരു മേഘം, ആ ബൈബിളിലെ സെന്റൻസ് ഭയങ്കരമാണ്, പൊന്തി വരുന്നത്, ഉയർന്നു വരുന്നത് ഇപ്പോൾ ഞാൻ കാണുന്നു. ഇതുപോലെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നത് കാണുവാൻ ഭാഗ്യമുള്ള കണ്ണുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ, കേൾക്കുവാൻ ഭാഗ്യമുള്ള ചെവികൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ മേർക്ക് പെയ്തു വരുന്ന ഒരു വൻമഴ പെയ്തു വരുന്നത് കാണാൻ, അനുഭവിക്കാൻ ഇടവരട്ടെ. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ മഴ പെയ്തു. അതിന് എഴുതിയിട്ടുണ്ട്, അവൻ യാഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ എത്തി. മുൻപിൽ പ്രാർത്ഥിക്കുന്നവന്റെ സ്ഥാനം ദൈവം പുറകിലല്ല വച്ചിരിക്കുന്നത്, മുൻപിലാണ്. അവൻ പലരുടെയും മുമ്പിൽ ദൈവം അവനെ എത്തിക്കും. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, ശബ്ദത്തെ ഉയർത്തി, വിശ്വാസത്തോടെ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ആ നന്മ ഉയർന്നു വരുന്നത്, ആ വിടുതൽ ഉയർന്നു വരുന്നത്, ആ ജോലി എനിക്ക് ലഭിക്കുന്നത്, ആ സൗഖ്യം എനിക്ക് വരുന്നത്,
മഴയായി, ഒരു വൻ മഴയായി അതെന്നിൽ പെയ്യാൻ ഇടവരട്ടെ. ഒരു മഴയായല്ല, ഒരു വൻ മഴയായി. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ.